العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. ഒന്നരേ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സാദാത്യങ്ങളെ, വേദിയിലും സദസ്സിലും എത്തിയ നേതാക്കളെ, വിശുദ്ധമായ വേദിയിലേക്ക് എത്തിച്ചേർന്ന സഹോദരങ്ങളെ, രക്ഷിതാക്കൾ, മുതഅല്ലിമീങ്ങൾ, ഇതുപോലെയുള്ള എല്ലാ വേദിയുടെയും സജീവ സാന്നിധ്യങ്ങളായ ഉമ്മമാരെ, സഹോദരിമാരെ, ഇൻഷാ അല്ലാഹ് വളരെ വിശുദ്ധമായൊരു മജ്ലിസിലാണ് നമ്മളുള്ളത്. സലാത്ത് വാർഷികത്തിൻ്റെ ഭാഗമായി ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്നവരും വിജ്ഞാനത്തെ സ്നേഹിക്കുന്നവരും അല്ലാഹുവിൻ്റെ റസൂൽ വരെ ഇഷ്ടപ്പെടുന്നവരും പരിശുദ്ധ ദീനനുസരിച്ച് ജീവിതം ക്രമീകരിക്കാൻ ആഗ്രഹിക്കുന്നവരുമായ വലിയൊരു സമൂഹം ഈ ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അല്ലാഹു നമ്മെ കബൂലാക്കുമാറാവട്ടെ. റബ്ബിൻ്റെ മാർഗത്തിൽ ദീർഘകാലം ജീവിക്കുന്ന കാലം അത്രയും അവനിഷ്ടപ്പെടുന്നത് മാത്രം പ്രവർത്തിക്കാനും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തീങ്ങളായി പറക്കാനും ജീവിക്കാനും മനുഷ്യന്റെ വിമോചനത്തിന് വേണ്ടി സ്രഷ്ടാവായ അല്ലാഹു സംവിധാനിച്ച ആദർശ പ്രസ്ഥാനത്തെ ഉൾക്കൊള്ളാനും ഭാഗ്യം ലഭിച്ചവരാണ് നമ്മളെല്ലാവരും. അല്ലാഹു അത് നിലനിർത്തി തരുമാറാവട്ടെ. പല നിഅമത്തുകളെയും കുറിച്ച് ഹബീബായ റസൂൽ തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മുടെ വിശാലമായ വീടിനെ കുറിച്ച് റസൂൽ തങ്ങൾ നിഅമത്ത് എന്ന് പറയുന്നത്. വിശാലമായ വീട് എന്ന് പറയുമ്പോഴേക്ക് ഒരു വലിയ ഗ്രൗണ്ട് ഫുൾ വീടുണ്ടാക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. നേരെമറിച്ച് നമ്മുടെ ആവശ്യങ്ങൾക്ക് പരിഹാരമാകും വിധം, നമ്മുടെ മക്കൾക്ക് വളരാൻ പറ്റും വിധം, പുതിയ കാലത്ത് ജീവിക്കാൻ ഓരോ കുട്ടിക്കും വേറെ വേറെ റൂം വേണ്ടി വരും. അതിനൊക്കെ പറ്റും വിധം. പുതിയ കാലത്ത് നിന്ന് ഞാൻ പ്രത്യേകം പറയാൻ കാരണം കേരളത്തിൽ നടക്കുന്ന ലൈംഗിക പീഡനങ്ങളിൽ 65% ഗാർഹിക പീഡനങ്ങളാണ്. ഗാർഹിക പീഡനങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിൽ നിന്ന് അടുത്ത ബന്ധുക്കളുമാകുന്ന ആളുകൾ ചെയ്യുന്ന പീഡനങ്ങൾ 65% അതാണെന്ന്. കണക്കിൻ്റെ ഒതന്റിസിറ്റി ഒന്നും എനിക്കറിയില്ല. എന്നാൽ പോലും വലിയൊരു ശതമാനം പീഡനം സ്വന്തം വീടുകളിൽ നിന്നാണ് അനുഭവിക്കുന്നത്. ആ വിധത്തിലാണ് സാമൂഹിക പശ്ചാത്തലം. ആ രീതിയിലാണ് സമൂഹത്തിന്റെ പൊതുബോധം. കുടുംബത്തെയും ബന്ധത്തെയും മാനിക്കാത്ത വിധം ഏത് നിമിഷവും സെക്സ് ബോംബുകളായി പൊട്ടിത്തെറിക്കാൻ പറ്റുന്നൊരു സമൂഹം വളർന്നു വരും. അത് പ്രചോദിപ്പിക്കാൻ സിനിമകളുണ്ട്, സീരിയലുകളുണ്ട്. ഈ ആദർശം സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടി വ്യവസ്ഥാപിതമായ പ്രസ്ഥാനങ്ങളുണ്ട്. വല്ലാത്ത ഗതികെട്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. തുറന്നു പറയുമ്പോൾ അത് ഭയങ്കരമായ പ്രശ്നമായിട്ട് ആഘോഷിക്കാം. നിരന്തരമായി ലൈംഗികമായ അധർമ്മങ്ങൾക്ക് പ്രേരണ നൽകും വിധം പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നു കുറേ ആളുകൾ. അവർക്ക് ദൈവത്തെ പേടിക്കേണ്ടതില്ല, മതത്തെ മാനിക്കേണ്ടതില്ല, താന്തോന്നികളായി വളരുന്നു, ജീവിക്കുന്നു. പലപ്പോഴും അവർ ദാർശനികമായി ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും പുറത്തിറക്കുമ്പോൾ ഒരു നിയന്ത്രണവും ഇല്ലാത്ത സെക്സ് ജീവിതത്തെ അവർ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വെറുതെ പറയുന്നതൊന്നുമില്ല. യുക്തിവിചാരം പോലെയുള്ള കേരളത്തിലെ മതരഹിതരുടെ പല മാഗസിനുകളിലും പരിണാമപരമായ ഒരു പുരുഷന്റെ ലക്ഷ്യം എന്താണ് എന്ന് വിശദീകരിക്കുന്നത് അവന്റെ ജനിതക പദാർത്ഥം പരമാവധി സ്ത്രീകളിലേക്ക് സന്നിവേശിപ്പിക്കുക എന്നാണ്. ഡെക്കറേഷൻ ഇല്ലാതെ പറഞ്ഞാൽ
വ്യാപകമായി വ്യഭിചാരം നടത്തുക എന്നതാണ്. ഇത് യുക്തിവിചാരം എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിൽ ഇറങ്ങുന്ന ഒരു മാഗസിനിൽ വിസ്തരിച്ചെഴുതിയത്. അപ്പോൾ ഈ ഒരു സ്പീഷീസ്, ഈ ഒരു സമൂഹം, ഈ ഒരു ജീവവർഗം നിലനിൽക്കണമെങ്കിൽ പരമാവധി കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കണം. അതിന് ഈ കെട്ടുബന്ധങ്ങളുടെ ആവശ്യങ്ങളൊന്നും പാടില്ല. ഈ ആവശ്യാർത്ഥം വേണമെങ്കിൽ റേപ്പ് ചെയ്യാം, ബലാത്സംഗം ചെയ്യാം എന്ന് പോലും അവർ ആ ലേഖനത്തിൽ തുടർന്നു എഴുതി. അതുകൊണ്ടാണ് ഗതികെട്ടൊരു ലോകമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. ധാർമ്മികതയെ തലകുത്തി നിർത്താൻ വേണ്ടി പലരും ചേർന്ന് വിവിധമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നൊരു കാലം. ഇങ്ങനെ വരുമ്പോ ഗാർഹിക പീഡനങ്ങൾ കൂടും. കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ചിത്രവും മനുഷ്യന്റെ വികാരങ്ങളെ ഭ്രമിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നെറ്റ് കണക്ഷനുള്ള ഫോണുമായി, ടാബുമായി, ലാപ്ടോപ്പുമായി റൂമിൽ ഒറ്റയ്ക്ക് വാതിലടച്ചിരിക്കുന്ന ചെറുക്കൻ അല്ലെങ്കിൽ ഒരു യുവതി ഏതൊക്കെ സൈറ്റിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് നമുക്ക് നിശ്ചയിക്കാൻ കഴിയില്ല. ആ സൈറ്റിലൊക്കെയുള്ള വൃത്തികേടുകളിൽ തരിച്ചു നിൽക്കുമ്പോ തൊട്ടപ്പുറത്ത് കിടക്കുന്ന സ്വന്തം പെങ്ങളാണെന്ന ഓർമ്മയില്ലാതെ വരും. ഒന്നുകൂടെ ഞാൻ പറയാം, സ്വന്തം പെങ്ങളെയും മകളെയും ഉമ്മയെയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഇൻസിസ്റ്റ്, അഗമ്യഗമനം എന്ന് പറയുന്ന വൃത്തികേടും പ്രോത്സാഹിപ്പിക്കാൻ ഈ മതരഹിതർ മുന്നിലുണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിൽ വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. എന്നെ കേൾക്കുന്ന ഈ സദസ്സിലുള്ളവരും ഈ സദസ്സിലില്ലാത്തവരും മനസ്സിലാക്കുക. കഴിഞ്ഞ വർഷം കേരള ഗവൺമെന്റ് പുറത്തിറക്കിയ കണക്ക് പ്രകാരം കേരളത്തിൽ എയ്ഡ്സ് എന്ന മാരകരോഗം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. എയ്ഡ്സ് എന്ന മാരകരോഗം, ക്യാൻസർ പിടിച്ചാൽ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ മരിച്ചു. അറ്റാക്ക് വന്നാൽ എത്ര പെട്ടെന്ന് മരിക്കും. സൈലന്റ് അറ്റാക്കിനൊക്കെ എന്തിനാ മരിക്കണത്, എപ്പോഴാ മരിക്കണത് എന്നുള്ള അറിയാതെ പോകും. എയ്ഡ്സ് അങ്ങനെയല്ല. അത് പിടികൂടി കഴിഞ്ഞാൽ 10 വർഷത്തെ ഇഞ്ചിഞ്ചായ മരണമാണ് ഫലമാണ്. 10 വർഷം ഇഞ്ചിഞ്ചായി മരിക്കും. ഒന്നാമതായി ശരീരത്തിന്റെ പ്രതിരോധ ശേഷി സമ്പൂർണ്ണമായി നശിക്കും. പിന്നെ ഏത് രോഗവും പിടികൂടിക്കൊണ്ടേയിരിക്കും, പ്രത്യേകിച്ച് ശ്വാസകോശ സംബന്ധിയായ. ശ്വാസം പോകാനുള്ള നമ്മുടെ ശ്വാസനാളം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹമുണ്ട്. ഞാൻ അതേക്കുറിച്ച് വിശദീകരിക്കുന്നില്ല തൽക്കാലം. അത് പലയിടങ്ങളിൽ ബ്ലോക്ക് പോലെ ചുങ്ങി വരും. നേരെ ഒഴുക്ക് നഷ്ടപ്പെട്ട് പലയിടങ്ങളിൽ ഇങ്ങനെ ബ്ലോക്ക് വന്ന് ചുരുണ്ട് വരുമ്പോൾ അതിനകത്ത് പ്രത്യേകമായ തടിപ്പ് വരും. കഷ്ടപ്പെട്ട് ശ്വാസം അതിൻ്റെ ഉള്ളിലൂടെ വലിച്ചെടുക്കുമ്പോൾ ഒരു വിസിൽ ഊതുന്നത് പോലെയുള്ള ഒച്ച അങ്ങനെ വരും പുറത്തേക്ക്. ഇഞ്ചിഞ്ചായി 10 വർഷത്തെ മരണം. എത്ര വർഷമായി ഈ സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്? എയ്ഡ്സ് എന്ന മാരകരോഗം ലോകത്ത് കണ്ടുപിടിച്ചിട്ട് വർഷങ്ങൾ എത്രയായി? ഏകദേശം 70 വർഷത്തോളമായി. ഇതുവരെയും അതിനൊരു ഔഷധം കണ്ടുപിടിച്ചിട്ടില്ല. ശാസ്ത്രലോകം വളരില്ലെന്നോ മെഡിക്കൽ സയൻസ് അതിന് മരുന്ന് കണ്ടുപിടിക്കൂലോ എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. നിലവിൽ 10 വർഷം ഇഞ്ചിഞ്ചായി മരിക്കുന്ന മാരകമായ രോഗം കേരളത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് കുറെ എതിർപ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. NGO-കൾ ഉപയോഗപ്പെടുത്തിയിട്ട് പ്രചാരണങ്ങളുണ്ട്. സൗജന്യമായ കോണ്ടം വിതരണം, പല സംഗതികളുണ്ട് ഗവൺമെന്റിന്റെ വകുപ്പിൽ. പക്ഷേ എന്നിട്ടും മുന്നേയുള്ള കൊല്ലങ്ങളെ അപേക്ഷിച്ച് വ്യാപകമായി ഈ ഒരു രോഗം കേരളത്തിൽ കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കേരളത്തിൽ കൊലപാതകങ്ങൾ കൂടി. ആത്മഹത്യ ദേശീയ ശരാശരിയേക്കാളും 3-4 ഇരട്ടിയായി. വിദ്യാഭ്യാസമല്ല എന്ന് നമ്മൾ പറയുന്ന ബീഹാറുകാരനേക്കാൾ, നമ്മുടെ നാട്ടിലേക്ക് ജോലിക്ക് വരുന്ന പാവപ്പെട്ട ബംഗാളിയേക്കാൾ വിദ്യാഭ്യാസമുള്ള, ആരോഗ്യരംഗത്ത് ലോകത്തിന്റെ ലെവലിലേക്ക് എത്തിയെന്ന് നമ്മൾ അഭിമാനിക്കുന്ന ഏകദേശം 96% മനുഷ്യരും സാക്ഷരരായ, ഏതൊക്കെ രീതിയിൽ നമ്മൾ നമ്മുടെ നാടിനെ കുറിച്ച് അഹങ്കരിക്കാറുണ്ടോ ഈ രീതിയിലൊക്കെ നമ്മൾ മഹത്വം കൽപ്പിക്കുന്ന കേരളത്തിൽ ഈ പറഞ്ഞ വൃത്തികേടുകളൊക്കെ കൂടുതലാണ്. വിദ്യാഭ്യാസമില്ലാത്ത പാവങ്ങളെക്കാളും. മാതാപിതാക്കളെ കൊല്ലുന്നത് ട്രെൻഡായി വരുന്നു. പാവപ്പെട്ട ഭാര്യയെ കൊന്നു തള്ളുന്നത് പലരുടെയും ആവശ്യമായി തീരുന്നു.
ഭർതൃപീഡനം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ടിങ്ങനെ? 2010 മുതലാണ് രവിചന്ദ്രൻ സി എന്ന് പറയുന്ന യുക്തിവാദികളുടെ നേതാവ്, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രമുഖനായ യുക്തിവാദിയാകുന്ന ലണ്ടൻകാരന്റെ പുസ്തകം കേരളത്തിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്ത് കൊണ്ടുവരുന്നത്. പിന്നീട് അയാൾ അതിന്റെ പ്രചാരണാർത്ഥം കേരളത്തിലുടനീളം സയൻസ് കോൺഫറൻസുകൾ നടത്തി. അടങ്ങിയൊതുങ്ങിയുള്ള ജീവിതത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന മനുഷ്യരൊക്കെയും അവർ വിളിച്ചു കൂട്ടിയിട്ട് ആടാനും പാടാനും തെറിക്കാനും ചാടാനും പറഞ്ഞു. ദൈവമല്ലെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു, പരലോകം മിഥ്യയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ ലോകം നന്നായിട്ട് ആസ്വദിക്കണമെന്നവർ പലരെയും പറഞ്ഞു പിരികയറ്റി. അങ്ങനെ കുറെ എക്സുകൾ രൂപപ്പെട്ടു. എല്ലാവരും ചേർന്ന് പ്രചാരണം നടത്തിയപ്പോൾ കേരളത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള വൈകല്യങ്ങളൊക്കെ വരുന്നു. ഗവൺമെന്റ് വിലപിച്ചുകൊണ്ടിരിക്കുന്നു. എയ്ഡ്സ് എങ്ങനെയാണ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്? ചുറ്റുഭാഗത്തു നിന്നും പ്രേരണകൾ വരുമ്പോൾ ആ പ്രലോഭനങ്ങളെ അതിജയിക്കാൻ കേരളത്തിലെ യുവതികൾക്കും യുവാക്കൾക്കും പറ്റാത്തൊരു ഘട്ടം വരുന്നു. അങ്ങനെയാണ് ഗാർഹിക പീഡനങ്ങൾ വർദ്ധിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു 5-6 വയസ്സൊക്കെ ആവുന്ന നമ്മുടെ കുട്ടികളെ ഒറ്റക്കൊറ്റക്ക് കടത്തേണ്ടി വരും. ആൺകുട്ടിയെയും പെൺകുട്ടിയെയും ഒന്നിച്ച് കടത്തും. 5-6 വയസ്സുള്ള ആൺകുട്ടിയോടൊപ്പം ഉമ്മ കടന്നുറങ്ങരുത്. മറിച്ചും ഉൾക്കൊള്ളാൻ പ്രയാസം ഉണ്ടാവും. എനിക്കറിയാം, എൻ്റെ മോനല്ലേ എന്ന് പറയുന്നുണ്ടാകും. എന്തുകൊണ്ട് എൻ്റെ മോൾക്ക് അവളുടെ വാപ്പയോടൊപ്പം കടന്നുറങ്ങിക്കൂടാ എന്ന് സംശയിക്കുന്നുണ്ടാവും. ക്ഷമിക്കണം. ഈ നമ്മളീ പ്രസംഗിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് സ്വന്തം മകനാൽ ഗർഭിണിയായ ഒരു ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. ഇത് സർവ്വസാധാരണമായി മാറുമ്പോൾ മാറ്റിക്കടത്തേണ്ടി വരും. നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്താണ്? 6-ാം വയസ്സിൽ പെൺകുട്ടികൾക്ക് മെൻസസ് വരുന്നു. ഏകദേശം 40-42 വയസ്സാകുമ്പോഴേക്ക് അവർക്ക് അകാല വാർദ്ധക്യം വരുന്നു. മനുഷ്യനെ തിന്നുന്ന കോഴി എന്ന് പറയുന്ന ഡോക്ടർ രാജേഷ് നമ്പൂതിരിപ്പാടിന്റെ ഒരു പുസ്തകമാണ്. അദ്ദേഹം പറയുന്നത് 6-ാം വയസ്സിൽ കേരളത്തിലെ പെൺകുട്ടികൾക്ക് മെൻസസ് തുടങ്ങുന്നു. ഏകദേശം 18-19 വയസ്സാകുമ്പോഴേക്ക് അവരിങ്ങനെ വാർദ്ധക്യത്തിന്റെ പടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നതൊന്നുമല്ല. കണക്കുകൾ അങ്ങനെയാണ് പറയുന്നത്. ഇങ്ങനെ ഗുണം കെട്ടൊരു കാലത്താണ് നമ്മുടെ മക്കൾ വളരുന്നത്. നമ്മൾ വളർത്തേണ്ടത്. ഈ ഉസ്താദുമാരൊക്കെ പ്രബോധനം നടത്തണം. ഇത്തരമൊരു സാഹചര്യത്തിലാണ് എന്തുകൊണ്ട് ദർസ് വേണമെന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. പിരിവിനെ കുറിച്ച് ധാരാളം നേരത്തെ തങ്ങന്മാരും ഉസ്താദുമാരും പറഞ്ഞു കഴിഞ്ഞു. ഞാനത് ആവർത്തിച്ച് വെറുപ്പിക്കുന്നില്ല. വെറുക്കാൻ പാടില്ല താനും. അത് പറഞ്ഞ കാര്യം. ഇസ്ലാം ഇതുവരെ നിലനിന്നു പോകുന്നത് ഈ പിരിവുണ്ടാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു ചുമലിൽ തോർത്തുമുണ്ടിട്ട് തന്റെ 2 കൈകൾ കൊണ്ട് അതിന്റെ മറുഭാഗം അങ്ങനെ വികസിപ്പിച്ച് പിടിച്ച് ജനങ്ങൾക്കിടയിലൂടെ നടക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിരിവിനെ കുറിച്ച് പ്രഭാഷണം നടത്തും. സഹാബി വര്യന്മാർ അദ്ദേഹത്തിന് പൈസ ഇങ്ങനെ ഇട്ടെടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ ലോകത്ത് ഇതുവരെയും ദീന് നിലനിന്നു. പിരിവെടുത്ത് സ്വർഗം നേടിയ വലിയ സഹാബി വര്യന്മാരുണ്ട്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ ഉദാഹരണം. തബൂക്കിലേക്ക് യുദ്ധത്തിന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീർഘയാത്രയെ കുറിച്ച് പറയുന്നു. അവിടെ ഉപരോധം നടത്തേണ്ടതിനെ കുറിച്ച് പറയുന്നു. വലിയ ചെലവ് വേണ്ടി വരുമെന്ന് അവർ ഓർമ്മപ്പെടുത്തുന്നു. ആരുണ്ട് ദീനിനു വേണ്ടി സംഭാവന ചെയ്യാൻ? മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ എഴുന്നേറ്റ് നിന്നു. 100 ഒട്ടകവും അവയ്ക്ക് ചുമക്കാനുള്ള അത്ര സമ്പത്തും ആ ഒരു യുദ്ധത്തിന് വേണ്ടി മാത്രം മഹാനുഭാവൻ ദാനം ചെയ്യുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിഹ്റാബിന്റെ 2ാമത്തെ സ്റ്റെപ്പിലേക്ക് ഇറങ്ങി. മിമ്പറിന്റെ 2ാമത്തെ സ്റ്റെപ്പിലേക്ക് ഇറങ്ങി. ചോദ്യം ആവർത്തിച്ചു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ 2ാമതും എഴുന്നേറ്റ് നിന്ന് 100 ഒട്ടകവും അവയ്ക്ക് ചുമക്കാനുള്ള അത്ര സമ്പത്തും ദാനം ചെയ്യുന്നു. 3ാമത്തെ സ്റ്റെപ്പിലും റസൂൽ ചോദിച്ചു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ പിന്നെയും നൽകി. അതുകൊണ്ടാണ് നന്നായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയേണ്ടി വരുന്നത്.
ആകെ ഒരു 4 മണിക്കൂർ ജോലി, ബാക്കി സമയമൊക്കെ മൊബൈൽ തോണ്ടി നിൽക്കുക പാടില്ല. ഡിഗ്രി എത്തിയിട്ടുണ്ട്, ഇനി അങ്ങനെയൊക്കെ മതി, പോരാ. PG കുറിച്ച് ആലോചിക്കണം, B.Ed കുറിച്ച് ആലോചിക്കണം, PhD കുറിച്ച് ആലോചിക്കണം. ചെറിയൊരു ബിസിനസ് ഒക്കെ ആയിട്ട് ജീവിതം അങ്ങനെ തട്ടിമുട്ടി പോകുന്നുണ്ട്, നിർത്തരുത്. അടുത്തതിനെ കുറിച്ച് വിചാരിച്ചു കൊണ്ടേയിരിക്കണം. എല്ലാവർക്കും ബിസിനസ് വിജയിപ്പിക്കാൻ പറ്റൂല, അതിന് ചില പ്രത്യേക പ്രാവീണ്യം വേണം. ലണ്ടനിൽ പോയിട്ട് MBA കഴിഞ്ഞു വന്നു കരുതിയിട്ട് ഒരു കടലക്കച്ചവടം ജയിപ്പിക്കാൻ സാധിച്ചോളണമെന്നില്ല. അപ്പൊ സമ്പത്ത് സ്വരൂപൂട്ട മതം പ്രേരിപ്പിക്കുന്നത് എന്തിനാ? ദീനീപരമായ സംരംഭങ്ങൾ ഉണ്ടാവണം. നമ്മുടെ മുത്തഅല്ലിമീങ്ങൾ ഈ നാടിന്റെ അഭിമാനമാണ്, സന്തോഷമാണ്. അവർക്ക് പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യത്തിന്റെ കുറവ് ഒരിക്കലും നമ്മൾ കേട്ടിരിക്കാൻ പറ്റൂല. നമ്മുടെയൊക്കെ വീട്ടിൽ എത്ര ടോയ്ലറ്റ് ഉണ്ട്, എത്ര മെമ്പർമാരുണ്ട് എന്നുള്ളത് നോക്കും. 4 മെമ്പർ 5 ടോയ്ലറ്റ്, 5 മെമ്പർ 7 ടോയ്ലറ്റ്, ഇങ്ങനെയൊക്കെയാണ് കണക്ക്. എന്നിട്ട് ഇത്രമാത്രം കുഞ്ഞുങ്ങൾ ജീവിക്കുന്ന അവരുടെ വീട്ടിലും അതുപോലത്തെ ടോയ്ലറ്റ് ഒക്കെ ഉണ്ട്. അവരുടെ വീട്ടിലും 5ഉം 6ഉം ടോയ്ലറ്റ് ഒക്കെ ഉണ്ടാവും. ആ സന്തോഷകരമായ ജീവിതം അവർക്ക് അവിടെ ആനന്ദിക്കാൻ പറ്റും. അത് ഉപേക്ഷിച്ച് അവർ ഇങ്ങോട്ട് വരുന്നത്, നമ്മുടെ മക്കൾ സുഖസുന്ദരമായി ഉറങ്ങുമ്പോൾ സുബയുടെ മുമ്പ് എഴുന്നേൽക്കുന്നത്, എല്ലാ വക്തും ജമാഅത്തായി നിസ്കരിക്കുന്നത്, എല്ലാ ദിവസവും രാവിലെ ഖുർആൻ ഓതുന്നത്, ഹദ്ദാദ് ചെല്ലണത്, ഒഴിവ് സമയങ്ങളെല്ലാം പഠനത്തിന് ഉപയോഗപ്പെടുത്തുന്നത്, വീട്ടു സൗകര്യമില്ലാത്തതൊന്നുമല്ല. അള്ളാഹുവിന്റെ ദീൻ ഈ ലോകത്ത് നിലനിൽക്കണം എന്ന് കരുതിയിട്ടാണ്. ഞാൻ കൂടുതൽ പറയണില്ല ആ വിഷയത്തെ കുറിച്ച്. നാളെ ആകുമ്പോഴേക്കത് പൂർത്തിയാവണമെന്ന് നേരത്തെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളെ ഏറ്റെടുത്തിരിക്കണം. ഇത്രയും മക്കൾക്കുള്ള ടോയ്ലറ്റ് സംവിധാനം ഒന്ന് നടന്നു കാണണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആളേക്കാൾ കൂടുതൽ ടോയ്ലറ്റുള്ള നമ്മുടെ കേരളക്കാർ ഈ ഒരു ധർമ്മസ്ഥാപനത്തിൽ അങ്ങനെ ഒരു കുറവ് ഇതുവരെ വെച്ചേക്കാൻ പോലും പാടില്ല. അതുകൊണ്ടാണ് ഇസ്ലാമിക സൊസൈറ്റി ജനങ്ങളെ സഹായിക്കുന്നതിൽ, പാവങ്ങളെ സംരക്ഷിക്കുന്നതിൽ, ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ ഗവൺമെന്റിന്റെ ഒരു സഹായവും ഇല്ലാതെ നടത്തിക്കുന്നതിൽ എന്നും മുന്നിൽ നിൽക്കുന്നത്. ഉസ്മാൻ അഫ്ഫാൻ തങ്ങൾ നൽകി ആ ദാനത്തെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കും. 300 ഒട്ടകം, അവയ്ക്ക് ചുമയ്ക്കാനുള്ള അത്രയും സമ്പത്ത്. വിധങ്ങൾ മെല്ലെ മെല്ലെ സദസ്സിലേക്ക് വന്നു. ബഹുമാന്യരാകുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കൈ തന്റെ കയ്യിൽ മുറുകെ പിടിച്ച് പൊക്കി നിർത്തിയിട്ട് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലികുല്ലി നബിയ്യിൻ റഫീഖുൻ ഫിൽ ജന്ന വറഫീഖി ഫിൽ ജന്നത്തി ഉസ്മാൻ. എല്ലാ പ്രവാചകന്മാർക്കും സ്വർഗത്തിൽ ഒരു പ്രത്യേക കൂട്ടുകാരൻ ഉണ്ടാകും. എന്റെ സ്വർഗത്തിലെ സ്പെഷ്യൽ കൂട്ടുകാരൻ എന്റെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളാകുന്നു. പണം കൊണ്ട് സ്വർഗം നേടി മഹാനുഭാവൻ. ദീർഘമായ പ്രഖ്യാപന റസൂൽ നടത്തിയത് ഞാൻ ചുരുക്കി പറഞ്ഞത് അവസാന ഭാഗം. നദർതു ഇലാ ബാബിൽ ജന്നതി ഫറഅയ്തുഹു മക്തൂബൻ ബിസ്മി ഉസ്മാൻ. തുടങ്ങുന്നത് അങ്ങനെ. ഞാൻ സ്വർഗത്തിന്റെ വാതിൽ ശ്രദ്ധിച്ചു, അവിടെയുണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ പേര് എഴുതിയിരിക്കുന്നു. സുമ്മ നദർതു ഇലാ ജിനാഹി ജിബ്രീൽ. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 2 ചിറകുകൾ ഞാൻ നോക്കി. ഫറഅയ്തുഹു മക്തൂബൻ ബിസ്മി ഉസ്മാൻ. അവിടെയുണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ പേര്. സുമ്മ നദർതു ഇലാ അർശിർ റഹ്മാൻ ഫറഅയ്തുഹു മക്തൂബൻ ബിസ്മി ഉസ്മാൻ. പിന്നെ ഞാൻ അള്ളാഹുവിന്റെ അർശിനെ ശ്രദ്ധിച്ചു, അവിടെയുമുണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ പേര് പ്രത്യേകം എഴുതി വച്ചിരിക്കുന്നു. ഈ ആമുഖത്തിന് ശേഷമാണ് നബിതങ്ങൾ പറയുന്നത്, ലികുല്ലി നബിയ്യിൻ റഫീഖുൻ ഫിൽ ജന്ന. എല്ലാ നബിമാർക്കും സ്വർഗത്തിൽ ഒരു കൂട്ടുകാരൻ ഉണ്ടാകും. വറഫീഖി ഫിൽ ജന്നത്തി ഉസ്മാൻ. എന്റെ സ്വർഗത്തിലുള്ള സ്പെഷ്യൽ കൂട്ടുകാരൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളാകുന്നു. ഈ സമൂഹം ഇതുവരെയും പാലിച്ചു വന്ന വലിയൊരു അനുഗ്രഹമാണത്. പലപ്പോഴും ഉസ്താദന്മാർക്കെതിരെ, ഇസ്ലാമിനെതിരെ, സ്ഥാപനങ്ങൾക്കെതിരെയൊക്കെ ഇത്തരം ഞാൻ നേരത്തെ പറഞ്ഞ ടീമിന്റെ പ്രചാരണങ്ങളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ്? ഈ ഉമ്മത്ത് ഇതുപോലെ ഉജ്ജ്വലമായി നിലനിൽക്കരുത് എന്ന് കരുതി മാത്രം. അപ്പൊ നമ്മൾ അതിൽ വീണുപോകാൻ പാടില്ലെന്ന് ഞാൻ സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. വിശാലമായ വീട് അള്ളാഹുവിന്റെ റസൂൽ നിഅമത്തായിട്ട് പറയുന്നു.
സൗകര്യപ്രദമായ വാഹനം നിഅമത്തായിട്ട് റസൂൽ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നേരത്തെ പറഞ്ഞു, ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമ്പത്തിനെയൊക്കെ പരമാവധി പ്രോത്സാഹിപ്പിച്ച മതമാണ്. ഞാൻ ബോധമില്ലാതെ അന്തം വിട്ട് പറഞ്ഞല്ലത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അവസാന കാലമാകുമ്പോഴേക്ക് ദിർഹമും ദീനാറും ധാരാളമായി ആവശ്യമാകും. അവിടുന്ന് ഒരു കാര്യം കൂടി പറയുന്നു, യുഖീമു ബിഹിമർ റജുലു ദീനഹു വദുന്യാഹു. സമ്പത്ത് കൊണ്ടായിരിക്കും അന്ന് മനുഷ്യർ അവരുടെ ദീനിനെയും ദുന്യാവിനെയും നിലനിർത്തുക. സമ്പത്ത് കൊണ്ട് ദുന്യാവിനെ നിലനിർത്താൻ നമുക്ക് വേഗം മനസ്സിലാവും. നല്ല സമ്പത്തുണ്ടെങ്കിൽ ജീവിത നിലവാരം കൂടും, എല്ലാ അർത്ഥത്തിലും സുഭിക്ഷമായി ജീവിക്കാൻ പറ്റും. അപ്പൊ സമ്പത്ത് കൊണ്ട് ദുന്യാവിനെ നിലനിർത്തുന്നത് വേഗം നമുക്ക് മനസ്സിലാകും. പക്ഷെ റസൂലുള്ളാഹി തങ്ങൾ ഒന്നാമതായി പറയുന്നത് സമ്പത്ത് കൊണ്ടായിരിക്കും യുഖീമു ബിഹിമർ റജുലു ദീനഹു, ദീനിനെ നിലനിർത്തുക. അപ്പൊ ദീന് നിലനിർത്താൻ സമ്പത്ത് വരുന്ന ഒരു കാലം ലളിതമായി ആലോചിച്ചു. നമ്മുടെ ഭാര്യയെയും നമ്മുടെ മക്കളെയും പെൺകുട്ടികളെയും ഒക്കെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടി വരും. ആ സമയത്ത് സാധാരണഗതിയിൽ ഒരു പൊതുവാഹനം എന്ന രീതിയിൽ നമ്മൾ ബസ് കയറുന്നു. എത്ര പേരാ പെൺകുട്ടിയെ കാണാനും തൊടാനും സ്പർശിക്കാനും വരതാനും ഒക്കെ ചാൻസ്? എത്ര ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നിടത്ത് അവരെ സ്പർശിച്ചു പോകും. നേരെ മറിച്ച് നമുക്ക് വളരെ ചെറിയ പൈസക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് കാറുണ്ടെങ്കിൽ അതിൽ അവരെ കയറ്റി നമുക്ക് ഇഷ്ടമുള്ളിടത്ത് കൊണ്ടുപോവാം. ആരും കാണൂല, ആരും സ്പർശിക്കൂല. ബാക്കി ചില്ലറ കൊടുക്കുന്ന സമയത്ത് കയ്യിൽ എന്തായാലും തൊടൂല. പക്ഷെ ആ കാറ് വാങ്ങാനുള്ള പണം വേണം. അതാ യുഖീമു ബിഹിമർ റജുലു ദീനഹു. ഇത് തസൂഫിന് വിരുദ്ധാന്നൊന്നും ആരും കരുതരുത്. തസൂഫ് എന്നൊക്കെ പറഞ്ഞാൽ എന്തോന്നറിയാതെ കേരളത്തിൽ മൊത്തം വമ്പിച്ച തസവുഫിന്റെ കച്ചവടം നടക്കുന്ന ഒരു കാലമാണ്. തട്ടിത്തടഞ്ഞിട്ട് നടക്കാൻ വയ്യ ഈ മുദബ്ബിറുൽ ആലമീങ്ങളെ. കുത്തുബുല്ലാലം എണ്ണം കൂടിയിട്ട് നമുക്ക് നടക്കാൻ വയ്യ, വണ്ടി ഓടിക്കാൻ വയ്യ. സൈഡിലൊക്കെ കുത്തുബുല്ലാലം. ഈ ഉമ്മത്തിനെ ആരൊക്കെ തോൽപ്പിക്കാൻ ശ്രമിക്കണതെന്നറിയാമോ? ദീനിലും ശരീഅത്തിലും പ്രാഗൽഭ്യം നേടി സ്വകാര്യതയിലും പരസ്യത്തിലും ദീന് പാലിച്ച് നടന്ന പൂർവീകരാകുന്ന വലിയ മഹാന്മാർ നമ്മുടെ മാതൃകകളായുണ്ട്. എന്നിട്ട് ഇപ്പൊ ഓരോരുത്തരും വമ്പിച്ച കുത്തുബുല്ലാലമായി. നല്ല പാട്ട്, ആ പാട്ടിനിങ്ങനെ ആൽബത്തിൽ അഭിനയിച്ചു കൊണ്ടുവരാൻ. തടിയൊന്നുമില്ല, നല്ല കൂളിംഗ് ഗ്ലാസ് കണ്ണട വെച്ചിട്ടുണ്ട്, ഹാഫ് സ്ലീവ് ഷർട്ട് ഇട്ടിട്ടുണ്ട്. ഉപരാൾ അങ്ങോട്ട് പോണു, പിന്നെ മുറ്റത്ത് കയറുന്നു. എന്നിട്ട് ആളിങ്ങനെ കാര്യമായിട്ട് പോസ് ചെയ്യുന്നു. പിന്നെ വീട്ടിന്റെ മുറ്റത്തൊക്കെ വന്നിരിക്കുന്നുണ്ട്, പേപ്പറൊക്കെ. അപ്പോഴൊക്കെ പാട്ട് നടക്കണേ. ഈ പാട്ടുള്ള എന്താണെന്നറിയാം, ആളാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത്. ഞാനീ പറഞ്ഞ ആളുണ്ടല്ലോ, ആൽബത്തിൽ പോസ് ചെയ്യുന്ന മൂപ്പരാണ് ലോകം നിയന്ത്രിക്കുന്നത്. അങ്ങനെ പലരും അർശിന്റെ അധിപരായിട്ട് ചില മനുഷ്യരെ പ്രതിഷ്ഠിക്കുന്നു. കുറെ ആളുകൾ എല്ലാ ബദരീങ്ങളെക്കാൾക്കും മേലെയായിട്ടും 313 ബദരീങ്ങൾക്ക് തുല്യമായിട്ടും ചില ആളുകൾ അവർ പ്രതിഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. തോന്നുന്ന ആളുകളൊക്കെ പ്രൈവറ്റ് സ്വന്തം മുദബ്ബിറുൽ ആലമുകളെയും സാഹിബുൽ വഖ്തുകളെയൊക്കെ ഉണ്ടാക്കി നിർമ്മിച്ചു കൊണ്ടെടുക്കുന്ന ഒരു കാലം. ഒറിജിനൽ തസൂഫ് ഇതല്ലെന്ന് നമുക്കറിയാം. ഇത്തിരി പൈസ ഒക്കെ ആവുമ്പോഴേക്ക് തസൂഫ് പോയി പോകുമെന്ന് ആരും സംശയിക്കണ്ട. അബ്ദുല്ലാഹിൽ അദ്ദാദ് തങ്ങളുടെ ഒരു കിതാബുണ്ട്, പ്രസിദ്ധമായ കിതാബ്, അദ്ദഅവത്തു താമ്മ എന്നാണ് അതിന്റെ പേര്. ഒമാന്യരുടെ 5 കിതാബ് ഒരു ശൃംഖലയായി ഇറങ്ങിയിട്ടുണ്ട്. അതിൽ 2ാമത്തെ പുസ്തകം. മഹാനുഭാവൻ അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി, ദിർഹമും ദീനാറും ധാരാളമായി ആവശ്യമായി വരും. ദിർഹമും ദീനാറും ഇല്ലെങ്കിൽ ഭരണാധികാരികൾ നമ്മളെ ടിഷ്യൂ പേപ്പറാക്കി കളയുന്നു, നമ്മളെ മിന്തിയിലാക്കി കളയും, ചുരുട്ടി വലിച്ചെറിയുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അധ്വാനിക്കാൻ ആരോഗ്യമുള്ളവർ, ശേഷിയുള്ളവർ അലസരാവരുത്. അവർ കഠിനമായി അധ്വാനിച്ചു കൊണ്ടേയിരിക്കണം, സമ്പത്ത് വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കണം.
എങ്കിലേ 1000 പേർ 1500 രൂപ തന്നാൽ നമ്മുടെ 15 ലക്ഷം തീരുന്നു പിന്നെയും പിന്നെയും പറയാതെ വിഷയം അറിയുമ്പോഴേക്ക് ഞാൻ 1 ലക്ഷം തരാന്ന് പറയുന്ന 15 പേരെ കിട്ടാൻ 1500 രൂപ വീതം 1000 പേരെന്നെ തരണമെന്നൊന്നുമില്ല 15 ലക്ഷമാൻ. 15 ആളെ എഴുന്നേറ്റ് നിന്നിട്ട് ഞാൻ 1 ലക്ഷം വീതം തരാന്ന് പറഞ്ഞാലും സംഗതി നടക്കും. അതിന് പൈസ നമ്മുടെ കയ്യിൽ വേണം. അലസരാവരുത്, അധ്വാനിച്ചുകൊണ്ടേയിരിക്കണം, നിരന്തരമായി പുരോഗതിയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സൗകര്യപ്രദമായ വാഹനം മനുഷ്യൻ അള്ളാഹു നൽകുന്ന നിയമത്തിന്റെ ഭാഗമാണ്. ഈ ഹദീസിൽ മറ്റൊരു നിയമത്ത് പറയുന്നുണ്ട്, നന്നായിട്ട് ദുആ ചെയ്യണം നമ്മൾ ആ ഒരു നിയമത്ത് ലഭ്യമാവാൻ. സ്വാലിഹത്തായ ഇണ, പുരുഷരെ സംബന്ധിച്ചിടത്തോളം നല്ല സ്വാലിഹത്തായ ഭാര്യ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, മാനിക്കുന്ന, ആദരിക്കുന്ന, പരിഗണിക്കുന്ന, സത്യസന്ധനും ദീനീവൃത്തനുമാകുന്ന ചെറുപ്പക്കാരൻ. വാപ്പമാര് ദ്വാരക്കണം, ഉമ്മമാര് ദ്വാരക്കണം, നമ്മുടെ മക്കൾക്കൊക്കെ അവിധം കിട്ടിപ്പോരാൻ. ഓരോരുത്തരും ദ്വാരന്നുകൊണ്ടേയിരിക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആനിലെ ശ്രേഷ്ഠമായ പ്രാർത്ഥനയിൽ ദുന്യാവിൽ ഞങ്ങൾക്ക് ഹസനത്ത് നൽകണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം സ്വാലിഹത്തായ ഇണയാണ്. അപ്പൊ ദ്വാരന്നുകൊണ്ടേയിരിക്കണം. കാരണം കല്യാണത്തിന് താല്പര്യമില്ലാത്തൊരു സൊസൈറ്റി വളർന്നു വരുന്നു, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കിടയിൽ. പെൺകുട്ടികളോട് എന്തോ ഒരു വിദ്വേഷമുള്ളത് കൊണ്ട് പറയണമെന്ന് പറഞ്ഞത്, ഞാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ദീനീ സേവകന്മാരോ പ്രത്യേകിച്ചൊരു സ്ത്രീ വിരുദ്ധരൊന്നും അല്ല താൻ. അങ്ങനൊന്നും ആരും സംശയിക്കരുത്. നമ്മൾ ഞാൻ എന്നൊക്കെ പറയുമ്പോൾ അതൊരു സബ്ജക്റ്റീവായ പ്രയോഗമായി തീരും. അതുകൊണ്ട് പ്രയാസമുണ്ട് നമുക്ക്. ഈ വേദിയിലുള്ളതോ അല്ലാത്തതോ ആയ ഒരൊറ്റ ഉസ്താദും ദീനീ പ്രവർത്തകനും ഒരിക്കലും സ്ത്രീ വിരോധിയല്ല. അങ്ങനെ ആവണമെന്ന് കരുതിയിട്ട് നിരന്തരമായി വീഡിയോസ് ഇറക്കി വലിയ വലിയ ഉസ്താദുമാരെയൊക്കെ നിരന്തരമായി സ്ത്രീ വിരോധികൾ എന്നും പറഞ്ഞ് ചാപ്പ കുത്തുന്ന കുറെ ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം പറയുന്നത്. സ്ത്രീ വിരുദ്ധത കൊണ്ടല്ല ഇത്. ഏറ്റവും നല്ല ജീവിത വ്യവസ്ഥ കുടുംബജീവിതമാണ്. ഇതുവരെ മനുഷ്യനുള്ളിടത്തൊക്കെ അത് നിലനിന്ന് വന്നിട്ടുണ്ട്. സമൂഹത്തിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റാണ് കുടുംബം. മനുഷ്യന്റെ സൃഷ്ടിപ്പ് പോലും അള്ളാഹു നിർവഹിച്ചത് കുടുംബജീവിതത്തിന് പര്യാപ്തമാക്കിയാണെന്ന് പ്രത്യേകിച്ച് മറയ്ക്കപ്പുറത്തുള്ള വലിയൊരു സംഘം സ്ത്രീകൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ കല്യാണത്തിന് താല്പര്യമില്ല പറഞ്ഞ് നടക്കുക, എന്നിട്ട് സ്വന്തമായിട്ട് അങ്ങനെ ജീവിക്കാൻ 30% എന്നൊക്കെയാണ് കണക്ക്. ആരാണ് കണക്കെടുത്തെന്ന് എനിക്കറിയില്ല. എന്താണ് അവര് ഉപയോഗപ്പെടുത്തിയ മാനദണ്ഡം എന്നുള്ളതും എനിക്കറിയില്ല. 30% ന്യൂജൻ പെൺകുട്ടികൾക്ക് കല്യാണത്തിനോട് താല്പര്യമില്ല എന്ന്. അതൊരു 10 വർഷമാകുമ്പോഴേക്ക് 70-80% എത്തുന്നൊക്കെയാണ്. പൊര നിറഞ്ഞു നിൽക്കുന്ന ചെറുപ്പക്കാർ രൂപപ്പെടുന്നു. ഗൾഫിൽ നിന്ന് വരെ മംഗലം കഴിക്കാൻ അന്വേഷിച്ച് നടക്കുക 2 മാസം. എന്നിട്ട് ഒന്നും ഒത്തു കിട്ടാതെ ആള് പോവുക, ഇനി അടുത്തവരവിനെ നോക്കാന്നും പറഞ്ഞിട്ട്. പെൺകുട്ടികളോട് കല്യാണത്തെ കുറിച്ച് പറഞ്ഞാൽ ചിലവരെനിക്ക് വേണ്ടാന്ന് തന്നെ തുറന്നു പറയും. മറ്റു ചില കുട്ടികൾ പഠനം കഴിയട്ടെ എന്ന് പറയും. പഠനം കഴിഞ്ഞാൽ ഇന്ന് കല്യാണം നോക്കില്ലേ ചോദിച്ചാലോ എനിക്കൊരു ജോലി കിട്ടട്ടെ എന്ന് പറയും. ജോലി കിട്ടിയിട്ട് പണം നേടിയിട്ട് സ്വന്തം കാലിൽ നിന്നിട്ട് കല്യാണം കഴിക്കുക. പണം നേടുന്നത് അത്ര മോശമാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ലേ. പക്ഷെ ജോലി ചെയ്ത് സ്വന്തം പണം നേടിയിട്ടേ ഞാൻ വിവാഹത്തിന് തയ്യാറാവുള്ളൂ എന്ന് പറഞ്ഞാൽ അതെന്തോ ഒരു മത്സരത്തിനുള്ള തയ്യാറെടുപ്പല്ലേ. ആളെ ചെലവില് ഞാൻ അങ്ങനെ നിൽക്കണ്ട, എനിക്കും പൈസ ഉണ്ടാവും, ഞാൻ എൻ്റെ കാര്യങ്ങൾ സ്വന്തമായി നടത്തും. അങ്ങനെ ആവുമ്പോ എനിക്ക് ആരോടും ഒരു വിധേയത്വവും കാണിക്കേണ്ടതില്ല. എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാന്നുള്ളൊരു മത്സരമല്ല അവിടെ നടക്കാൻ പോണത്. ഞാൻ വലിയ വേദിയിലൊക്കെ കൊണ്ടുവന്ന് വധുവിനും വരവിനും ഒക്കെ അങ്ങനെ കൈയൊടുപ്പിക്കണം. ഗുസ്തിക്ക് പോണതിന്റെ മുമ്പ് 2 പേരെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കാറുണ്ട്. എന്നിട്ട് നട്ടപ്പാതിരക്ക് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കാർ എടുത്തു പോകും. പാവപ്പെട്ട ഭർത്താവ് എങ്ങടപ്പം പോണു, എൻ്റെ സൗകര്യമല്ലേ, എൻ്റെ കാറല്ലേ എന്ന് പറയും. ഇതിനാണ് ജോലിക്ക് പോകണം എന്നൊക്കെ പറയണത്.
നല്ലൊരു വിഭാഗം പെൺകുട്ടികൾ പലപ്പോഴായിട്ട് വൃത്തികെട്ട ഭർത്താക്കന്മാരുടെ പീഡനത്തിന്റെ വാർത്തകളൊക്കെ കേട്ടിട്ട് വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു ബന്ധനമാണെന്ന് തെറ്റിദ്ധരിച്ചവരുണ്ട്. ആണുങ്ങൾ നന്നായേ പറ്റുള്ളൂ. കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീഡിപ്പിക്കാനോ വേറെ ഏതെങ്കിലും രീതിയിൽ ആ പെൺകുട്ടികളെ വിഷമിപ്പിക്കാനോ ഉള്ള ഏർപ്പാടല്ല. നമ്മുടെ വീട്ടിലേക്ക് ഒരു രാജകുമാരി വരികയാണ്, നമ്മുടെ കുടുംബത്തിൽ പ്രധാനപ്പെട്ട ഒരു അംഗം കൂടെ ചേരുകയാണ്. അവർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തൽ മതപരമായി പുരുഷന്റെ ബാധ്യതയാണ്. അവരുടെ വീട്ടിൽ എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നോ എല്ലാം അതേ പ്രകാരം ഒരുക്കി കൊടുക്കൽ ഭർത്താവിന്റെ ബാധ്യതയാണ്. അവളുടെ വീട്ടിൽ ഏതൊക്കെ സൗകര്യം ഉണ്ടായിരുന്നു, അവൾക്ക് വേലക്കാരി ഉണ്ടായിരുന്ന വീട്ടിൽ കല്യാണം കഴിഞ്ഞാൽ വെച്ചു കൊടുക്കണം. അവളുടെ വീട്ടിൽ അലക്കു മെഷീൻ ഉണ്ടായിരുന്നു, ഫുൾ ഓട്ടോമാറ്റിക്. അത് തന്നെ ഇവിടെയും മേടിച്ചു. പിന്നെ അവർ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പ്രയാസമാകുന്ന സമയത്ത് വേണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത് മറ്റൊരു രീതിയാണ്. എന്നിട്ട് പീഡനം നടത്തി നമുക്ക് വേണ്ടി ജീവിക്കുന്ന പാവപ്പെട്ട പെൺകുട്ടികളെ പീഡിപ്പിച്ച് വിഷമിപ്പിച്ച് നമ്മൾ പല റിപ്പോർട്ടും കേട്ടിട്ടുണ്ട്. പാമ്പിനെ കൊണ്ട് കൊത്തിച്ചും ഭാര്യയെ കൊന്ന ചങ്ങാതിയെ കുറിച്ച്. അവനൊരു പാമ്പാട്ടിയെ സമീപിച്ച് പല ദിവസങ്ങളിൽ പ്രാക്ടീസ് ചെയ്തു പാമ്പിനെ പിടിക്കാൻ. എന്തിന്? പെണ്ണിനൊന്ന് കൊത്തിപ്പിച്ചു കൊല്ലാൻ. ഇത്തരം വൃത്തികേട് കാണുമ്പോൾ പെൺകുട്ടികൾക്ക് ദാമ്പത്യം എന്ന് പറഞ്ഞാൽ അതൊരു പീഡനമാണെന്ന് തോന്നുന്നതിൽ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. സമൂഹത്തിൽ രണ്ടുപേരും ഒന്നിച്ച് നന്നായി ദീനിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുമ്പോഴാണ് ലോകത്തിന് ഉപകാരപ്പെടുന്ന മനുഷ്യ സമൂഹം രൂപപ്പെടുന്നത്. അത് പറയാതെ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം. ദാമ്പത്യ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, കേരളത്തിലുള്ള സർവ്വ കുടുംബ കോടതികൾക്കും ഈ അടുത്ത കാലത്തൊന്നും തീർക്കാൻ കഴിയാത്തത്ര വിവാഹമോചനത്തിനുള്ള അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നു. എന്താ? വിവാഹമോചനത്തിന്റെ സ്വന്തം നാടായിട്ട് മാറുകയാണ് കേരളം. ഈ അടുത്ത കാലത്തൊന്നും കുടുംബ കോടതികൾക്ക് തീരുമാനിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കുറെ കുടുംബ കോടതികൾ ഇനിയും വേണമെന്നാണ് ആവശ്യം ഉയരുന്നത്. നമുക്കറിയാലോ, പണ്ടൊക്കെ KL 13 എന്ന് പറഞ്ഞാൽ കണ്ണൂരായിരുന്നു, KL 10 എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മലപ്പുറമായിരുന്നു. ഇപ്പൊ അങ്ങനെ തിരിയില്ലേ, ഓരോ താലൂക്കിലും ഇങ്ങനെ ഈ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങളായി. എന്തുകൊണ്ട്? ഈ ഒരു KL 10 കൊണ്ട് തീരൂലത്, നിലവിലുള്ള കുടുംബ കോടതികൾ കൊണ്ട് തീരൂല. അതുകൊണ്ട് സുലഭമായി കുടുംബ കോടതികൾ അനുവദിക്കണമെന്ന രീതിയിൽ മുറവിളികൾ ഉണ്ടാവും. വിവാഹമോചനത്തിനുള്ള അപേക്ഷകൾ തീർക്കാൻ എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? എങ്ങോട്ടാണ് മനുഷ്യർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഓരോ പുരോഗതി വരുമ്പോഴേക്കും നമ്മൾ എത്രമേൽ അധമന്മാരാവും. എന്നിട്ട് അന്തം വിട്ട് നടക്കുക. മനുഷ്യൻ എന്ന രീതിയിൽ ലൈംഗിക താല്പര്യങ്ങൾ ഉണ്ടാകും. അതിന് കൃത്രിമമായ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തും. പല ആളുകളും ലിവിങ് ടുഗദർ എന്നും പറഞ്ഞിട്ട് കുറച്ചു കാലം ഒരുത്തനോടൊപ്പം ജീവിക്കുക, പിന്നെ അവനെ ഒഴിവാക്കിയിട്ട് വേറൊരുത്തനെ പിടിക്കുക, അവളെ ഒഴിവാക്കിയിട്ട് മറ്റൊരുത്തിയോടൊപ്പം നടക്കുക. ഒരു ചേഞ്ച് ആരാണ് ആഗ്രഹിക്കാത്തത് എന്ന് ഇവരെല്ലാവരും കൂടെ മോട്ടിവേഷൻ നടത്തുക. പല ആളുകളും ഇതിനു പോലും നിൽക്കാതെ താല്പര്യമുള്ളവരോടൊക്കെ സെക്സ് നടത്തി ജീവിക്കുക. കേരളത്തിൽ നിരന്തരമായി വേശ്യാലയങ്ങൾ സൃഷ്ടിക്കണമെന്ന് കുറെ ബുദ്ധിജീവികൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. ഇവിടെയാണ് പരിശുദ്ധ ഇസ്ലാമിനെ നമ്മൾ ഏറ്റവും മഹത്വത്തോടുകൂടെ കാണേണ്ടത്. കുറെ നിയമത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിയമത്താണ് വിശുദ്ധമായ ആദർശത്തിൽ നമ്മൾ നിലകൊള്ളുന്നു എന്നത്. ഇത് ഉൾക്കൊണ്ടേ തീരൂ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ. അപ്പൊ ദീനനുസരിച്ച് ജീവിക്കണം. അതിന് വിരുദ്ധമാകുന്ന എല്ലാ ട്രെൻഡുകളിൽ നിന്നും മാറി നിൽക്കണം. മനുഷ്യന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും ഏറ്റവും പ്രാധാന്യം ദീനിനാവണം, അള്ളാഹുവിനും അവന്റെ റസൂലിനുമാവണം. അള്ളാഹുവിന്റെ റസൂൽ തങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു, അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചു, ഖുർആനിലും ഹദീസിലും ഒരു കാര്യം തീരുമാനമായി വന്നു. അതിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ മുഅ്മിനായ ആണിനും പെണ്ണിനും അവകാശമില്ലെന്ന്. ആരെങ്കിലും അതിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ ഫഖദ് ളല്ല ളലാലം മുബീന,
വ്യക്തമായ വഴികേടിലാണെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിന്റെ 36-ാമത്തെ വാക്യത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. ഇനി നമുക്ക് ആടാം, ജയിച്ചതിന്റെ പേരിൽ ദീനിനൊക്കെ മാറ്റിവെച്ചിട്ട് തോളോട് തോൾ ചേർന്ന് അരക്കെട്ടിൽ കെട്ടിപ്പിടിച്ചിട്ട് സ്ഥാനാർത്ഥിയെ പെൺകുട്ടികൾ എല്ലാവരും ചേർന്ന് മുത്തം കൊടുത്തിട്ട് ഷെയ്ക്ക് ഹാൻഡ് ചെയ്തിട്ട് ചേർന്ന് നിന്നിട്ട് ഒരതി തുള്ളിയിട്ട് നമുക്കൊക്കെ ആഘോഷിക്കാന്ന്. അങ്ങനെയാണ് ആഘോഷങ്ങൾ തകൃതിയാ നടക്കുന്നത്. ഇത് നമ്മളെ ടോയ്ലറ്റിനുള്ള പിരിവല്ല കേട്ടോ, ഇതിനുള്ള കുറെ ചെലവ് ഇതൊക്കെയാണ്. ഏതായാലും ഞാൻ 1500 നാളെ കൊടുക്കാനുള്ളതാണ്, അതുകൊണ്ട് ഇതിലിടണ്ടെന്ന് ആരും കരുതരുത്. പക്ഷേ അതൊക്കെ അതിൻ്റെ വഴിയിൽ അങ്ങനെ നടക്കണം. നേരത്തെ ഞാൻ പറഞ്ഞത് മറക്കാതിരിക്കുക. നേരത്തെ ഉസ്താദുമാരും തങ്ങന്മാരൊക്കെ പറഞ്ഞത് ഓർമ്മയിലുണ്ടാവും. ദീനിന് പ്രാധാന്യമില്ലാതെ എന്ത് വ്യക്തി ജീവിതം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ നിന്ന് കുറെ എണ്ണം വിവിധ മാനദണ്ഡങ്ങൾ വെച്ച് കടഞ്ഞെടുത്ത് ഇമാമുന നവവി റളിയല്ലാഹു അൻഹു ഒരുമിച്ച് കൂട്ടിയ ഒരു ചെറിയ ഗ്രന്ഥമാണ് അർബഈനുൻ നവവി എന്ന് പറയുന്നത്. അതിന്റെ 41-ാമത്തെ ഹദീസ് എന്താണ്? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബി. ഞാൻ കൊണ്ടുവന്ന കാര്യങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ മോഹങ്ങളെക്കാൾ, നിങ്ങളുടെ താല്പര്യങ്ങളെക്കാൾ നിങ്ങൾ പരിഗണന കൊടുക്കുന്നത് വരെ ഒരാളും തന്നെ പൂർണ്ണ വിശ്വാസികളാവില്ല. മാജിദ്തുബി, ഞാൻ കൊണ്ടുവന്ന കാര്യങ്ങൾ, അത്തായക്കൂന ഹവാ, അവന്റെ മോഹങ്ങളും താല്പര്യങ്ങളും ആകുന്നത് വരെ, തബഅല്ലിമാജിദ്തുബി, ഞാൻ കൊണ്ടുവന്നതിനെ പിന്തുടരുന്നത് വരെ. ആണും പെണ്ണും ഒന്നിച്ച് നിൽക്കാൻ പറ്റൂല, ആണും പെണ്ണും ചേർന്നിരിക്കാൻ പറ്റൂല, ആണും പെണ്ണും പരസ്പരം കെട്ടിപ്പിടിച്ചുകൂടാന്ന്, ആണും പെണ്ണും വരതിച്ചേർന്ന് പ്രകടനം നടത്തൂല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്തുടരുന്നത് വരെ ഒരാളും യഥാർത്ഥ വിശ്വാസികളാവൂല എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. വിശ്വാസി എന്ന് പറഞ്ഞാൽ അവനും അതാണ് ഏറ്റവും പ്രധാനം. അവന്റെ ജോലി അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. എനിക്ക് ജോലി അങ്ങനെ ആയിട്ടല്ലേ എന്നും പറഞ്ഞ് നിസ്കാരം കളാക്കുക കുറെ ആളുകൾ. ജോലി എടുക്കുമ്പോ നിസ്കാരം പറ്റൂല എങ്കിൽ നിസ്കാരം എടുത്ത് ജോലി ഉപേക്ഷിക്കണം. അവനാണ് മുസ്ലിം, അവനാണ് മുസ്ലിം. വേറെ കുറെ ആളുകൾ ഞാൻ ഈ യാത്രയിലായിരുന്നു, പിന്നെ എങ്ങനെയാണ്? വേറെ കുറെ ആളുകൾ അതെന്റെ പ്രൊഫഷനല്ലേ, ഓരോ ഹറാമ് ചെയ്തിട്ട് ഒഴിവാക്കാൻ പറ്റുന്ന ഹറാമുകൾ പോലും ഒഴിവാക്കാതെ അതിലൂടെ ഒക്കെ പുതിയ കാലല്ലേ എന്ന് പറഞ്ഞ് നടക്കുന്ന വേറെ കുറെ ആളുകൾ. നമ്മുടെ പെൺകുട്ടികൾ പുറത്തിറങ്ങുമ്പോൾ ഏതൊക്കെ രീതിയിലാണെന്ന് ഗൗരവപൂർവ്വം ആലോചിച്ച് എത്ര ഉമ്മമാരും എത്ര ഉപ്പമാരും ഈ സദസ്സിൽ കാണും. പ്രായപൂർത്തിയായ കുട്ടിയെ എങ്ങനെയാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത് എന്ന് മതം കൃത്യമായി പറഞ്ഞു തന്നിട്ടില്ലേ? പെൺകുട്ടികൾക്ക് മാത്രം ഒരു പീഡനം എന്ന് വിചാരിക്കരുത്. ആൺകുട്ടികൾക്കും ആണുങ്ങൾക്കും കുറേ നിയന്ത്രണങ്ങളുണ്ട്. അത് പാലിച്ച് നമ്മുടെ മക്കൾ വളരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടത് ആരാണ്? അതൊന്നും പാലിക്കാതെ കരുതും പോലെ മക്കളെ പറഞ്ഞയച്ചിട്ട് എല്ലാ അർത്ഥത്തിലുമുള്ള തോന്നിവാസത്തിന്റെ അടിമകളായി മക്കൾ മാറിയിട്ട് വല്ലാതെ വിഷമിക്കുന്ന കുറെ ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ അറിയണം, ഒരു പ്രകടനത്തിനിടയിൽ, ഒരു ടൂറ് പോയിട്ടുള്ള ആഘോഷത്തിനിടയിൽ, ഒരു മംഗല തലേനാളുള്ള കുത്തിമറിച്ചിലിനിടയിൽ 4-5 ചെറിയ തരി MDMA എന്ന് പറയുന്ന മാരകമായ വിഷപദാർത്ഥം, വളരെ മാരകമായിട്ടുള്ള നമ്മുടെ പിള്ളേർ പലരും ഉപയോഗിക്കുന്ന ആ ലഹരി വസ്തു മൂക്കിലൂടെ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ മറക്കരുത്, ഒരൊറ്റ പ്രാവശ്യം ആ സാധനം ഒരു ടൂറിനിടയിൽ, സ്കൂളിൽ നിന്ന് ടൂർ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് ഒന്ന് ഊട്ടിക്ക് പോകുന്നു, എന്നാ പൈക്കോളൊന്നും പറഞ്ഞിട്ട് സമ്മതം കൊടുത്ത് 5000 ആവശ്യപ്പെട്ടാൽ 10 കൊടുത്ത് മോനെ സ്നേഹിക്കുന്നതിനിടയിൽ ഒന്ന് ആലോചിക്കാൻ മറക്കരുത്. ഒരൊറ്റ പ്രാവശ്യം അതിന്റെ 4-5 തരി മൂക്കിലൂടെ കയറിയാൽ നമ്മുടെ മോൻ, നമ്മുടെ മോൾ അതിന്റെ അടിമയായി എന്ന് മനസ്സിലാക്കണം. കൃത്യം 24-ാമത്തെ മണിക്കൂറിൽ ഈ കുട്ടി വയലന്റ് ആവും. ഈ സാധനം കിട്ടിയില്ലെങ്കിൽ അവൻ അക്രമ സ്വഭാവം പുറത്തെടുക്കും.
സൗജന്യമായി ഇത് 4-5 ദിവസം കൊടുക്കാൻ റാക്കറ്റുകൾ ചുറ്റി നടക്കുന്നുണ്ട്. എല്ലായിടത്തും സ്കൂളുകളിൽ, ക്ലബ്ബുകളിൽ, പന്തുകളി കഴിഞ്ഞിട്ട് വിശ്രമിക്കാനിരിക്കുന്ന ടർഫിന്റെ നനുത്ത പ്രഭാതങ്ങളിൽ, സിനിമാ ഹാളിൽ, ടൂർ യാത്രയിൽ വലിയ ബസ് കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ട് തുള്ളിക്കളിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. മിന്നാമിന്നി ലൈറ്റൂട്ടിട്ട് അതിനിടയിൽ 4-5 സാധനം എവിടെയെങ്കിലും ഒന്ന് അമർത്തി വെച്ച് കുഞ്ഞിന്റെ മൂക്കിലൂടെ ഒരസിയെടുത്താൽ ഇതിന് പ്രത്യേകം സ്മെല്ലില്ലെന്നറിയണം. എന്തോന്ന് ഒരതിന്ന് കുട്ടിക്ക് അറിയില്ല. കലക്കി കൊടുത്താൽ ഇതിന് ടേസ്റ്റ് ഇല്ല, കളറില്ല. ഒരൊറ്റ പ്രാവശ്യം കുട്ടി നമ്മുടേതല്ലാതായി തീർന്നു എന്നാണ് അതിന്റെ അർത്ഥം. 4 മുതൽ 7 കൊല്ലാണ് പിന്നെ ആ കുട്ടിക്ക് ആയുസുള്ളത്. 4 മുതൽ 7 കൊല്ലാണ് ആ കുട്ടിക്ക് ആയുസുള്ളത്. ഗൾഫിൽ നിന്നൊരു വാപ്പന്നെ വിളിച്ചു. എല്ലാ ചെലവും ചെയ്യാം, വിസ എടുക്കാം, ടിക്കറ്റ് എടുക്കാം, റൂം ബുക്ക് ചെയ്യാം, ഭക്ഷണം തരാം, ഒരാഴ്ചക്ക് ഇവിടെ നിന്ന് കയറി വരണം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചത്, എന്റെ 2 മക്കൾ ഇവിടെ വന്നിട്ട് MDMA അഡിക്റ്റുകളായിട്ട് പാവപ്പെട്ട വാപ്പ പറയാം. സങ്കടം തോന്നി. പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഒരു ക്ലിനിക്കൽ സൈക്കാട്രിസ്റ്റ് ചെന്നാൽ പോലും ഒരാഴ്ച കൊണ്ട് കുട്ടികളൊന്നും ചെയ്യാൻ പറ്റും. ഒന്ന്. രണ്ടാമതായി ഇതിനാണ് വന്നതെന്ന് അറിയാൻ പാടില്ല എന്ന് അയാൾ ആദ്യമേ കണ്ടീഷൻ വെച്ചു. പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ നടന്നിട്ട് അതിനിടയിലൂടെ ഇങ്ങനെ MDM ഉണ്ടോലോ എന്നൊക്കെ പറഞ്ഞ് വയറിഞ്ഞിട്ട്, നമ്മൾ പണ്ട് ഇംഗ്ലീഷ് പഠിച്ചില്ല, വൺസ് അപ്പോൺ എ ടൈം, പണ്ട് രാജാവ് ഉണ്ടായിരുന്നു, അതേ പ്രകാരം പണ്ടൊരു MDM ഉണ്ടായിരുന്നല്ലോ. അതിങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആവും. ഇങ്ങനെ ദൂരം നിന്നിട്ട് വയത് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഇതിന് വന്നു എന്നറിയരുത്, അവരെ പ്രത്യേകം ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് ബോധ്യമാവരുത്. ഇങ്ങനെയൊക്കെ മാജിക് കാട്ടിയിട്ട് അവരെ നന്നാക്കി എടുക്കണം. ഞാൻ പറഞ്ഞു, വെറുതെ പൈസ കളയണ്ട, ഞാൻ എൻ്റെ സമയം കളയണ്ട, ഒരു രക്ഷയില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ചു, ഒന്ന് വരണം എന്ന് പറഞ്ഞു. ഞാൻ അയാളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു, ഞാൻ വന്നിട്ട് കാര്യമില്ല. ഒരു മാസം കഴിഞ്ഞിട്ട് അയാൾ എന്നെ വിളിച്ചു, കരഞ്ഞുകൊണ്ട്. ഒരാളെ പോലീസ് പിടിച്ചു എന്ന് പറഞ്ഞു. ഇനി അവൻ വെളിച്ചം കാണുമെന്ന് എനിക്ക് അറിയില്ല എന്ന് തോന്നിയില്ല. അവിടെ അവസാനമായിട്ട് എന്നോട് ഒരു കാര്യം പറഞ്ഞു, അന്ന് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ മോനെ പോലീസ് പിടിക്കില്ലായിരുന്നു. അപ്പൊ എനിക്ക് സങ്കടം തോന്നി. പക്ഷെ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ച് ആരെ കൊണ്ടും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അഡ്മിറ്റൊക്കെ ചെയ്ത് കൃത്യമായ രീതിയിൽ സയന്റിഫിക്കായ ചികിത്സ ഒക്കെ നടത്തി, ഔഷധങ്ങളൊക്കെ നൽകി, അതോടൊപ്പം ഉമ്മയൊക്കെ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് നല്ലോണം ദ്വാർന്നു, മഖ്ബറകളിൽ പോയിട്ട് നേർച്ചെടുത്ത് ഖുർആൻ ഓതി തീർക്കാൻ, ഖത്തം ഓതി തീർക്കാൻ നേർച്ചയാക്കി, ഉസ്താദുമാരെയും തങ്ങന്മാരൊക്കെ കണ്ടിട്ട് ദ്വാരക്കാൻ പറഞ്ഞ്, പെങ്ങന്മാരൊക്കെ ഇരുന്നിട്ട് പൊട്ടിക്കരഞ്ഞൊക്കെ ദ്വാർന്നാൽ ചിലപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നേക്കും. ഇതൊന്നും ഒരു വിഷയാക്കാൻ പാടില്ലെന്നും ആർക്ക് വേണമെങ്കിലും എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്നും പറഞ്ഞ് നമ്മുടെ ചെറുപ്പക്കാരൻ നിരന്തരമായി വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ മനുഷ്യൻ ഇതുവരെ പാലിച്ചു വന്ന ഒരു കാര്യം അവർക്ക് വലിയ ഇഷ്ടം ഉണ്ടാവില്ല, കുടുംബം അവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരും മനസ്സിലാക്കുക, ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മുസ്ലിങ്ങളായി ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ. നമ്മുടെ ഒരു സംസ്കാരമുണ്ട്, അത് തീർത്തും ധാർമ്മികമാവണം. നമ്മുടെ കൾച്ചർ 100% ധാർമ്മികമാവണം. അത് അന്യന് വെറുപ്പുണ്ടാകുന്നതാവരുത്. കേരളത്തിലെ പ്രസിദ്ധമായ ഒരു ഡീഅഡിക്ഷൻ സെന്ററാണ് കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ തിരൂരിൽ പ്രവർത്തിക്കുന്നത്. ഡീഅഡിക്ഷൻ സെന്റർ എന്നൊക്കെ പറഞ്ഞ കുറെ ആൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ കള്ളും മയക്കുമരുന്നൊക്കെ ശീലായ ആളുകളെ ചികിത്സിക്കാനുള്ള സംവിധാനം. അവിടെയുള്ള ഒരു ഡോക്ടർ ഈയിടെ ഒരു പ്രസംഗം നടത്തിയത് എന്താണെന്നറിയാമോ? കേരളത്തിൽ കൂടുതലായി മയക്കുമരുന്നിലേക്കും മദ്യത്തിലേക്കും ആകർഷിക്കപ്പെടുന്നത് ചെറുപ്പക്കാരികളും പെൺകുട്ടികളുമാണ്. നമ്മൾ ഇനിയും പേടിച്ചോണ്ടിരിക്കണം, അല്ലെങ്കിൽ സമുദായം തോറ്റു. ഒരു പുരുഷൻ വഴിതെറ്റിക്കഴിഞ്ഞാൽ നല്ല ഈമാനുള്ള ഒരു പെൺകുട്ടി കൂടെ ഉണ്ടെങ്കിൽ അവൾക്ക് അവനെ നേരാം വഴിയിലേക്ക് മടക്കി കൊണ്ടുവരാൻ സാധിച്ചേക്കും. ചേർത്ത് നിർത്തിയിട്ട്, കണ്ണോടുടക്കിയിട്ട്, കണ്ണുനീരൊലിപ്പിച്ചിട്ട്, കണ്ണ് ചുമന്നിട്ട്, അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ട്, താങ്കൾ ഇങ്ങനെ കള്ളും കുടിച്ച് നടന്നാൽ നമ്മുടെ മക്കളുടെ ഭാവി എന്താകുമെന്ന്
എങ്ങനെയാണ് ഞാനും എൻ്റെ പിള്ളേരും ജീവിക്കാന്ന്, എങ്ങനെയാണ് നമ്മൾ കണ്ട കുറേ സ്വപ്നങ്ങളില്ലേ അങ്ങോട്ട് നമുക്ക് എത്തിച്ചേരാൻ പറ്റുകയെന്ന്. പടച്ചറബിന്റെ കോടതിയിലെത്തുമ്പോ ഞങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളെ വിധത്തിൽ കാണാൻ പറ്റുകയെന്ന്, നിങ്ങളുടെ ആരോഗ്യം നിമിഷം പ്രതി നശിച്ചുകൊണ്ടിരിക്കുമ്പോ എങ്ങനെ എൻ്റെ മക്കൾക്ക് അത് സഹിക്കാൻ പറ്റുകയെന്ന്. ഈമാനുള്ള ഒരു പെൺകുട്ടി ഒരു ഭർത്താവിനെ ചേർത്ത് നിർത്തി ചോദിച്ചാൽ ആ മനുഷ്യൻ ചിലപ്പോൾ കള്ളുടിയിൽ നിന്ന് മാറിയേക്കും. മയക്കമരുന്ന് വല്ലാത്തൊരു പ്രശ്നം, കള്ളുടിയിൽ നിന്ന് മാറിയേക്കും. ഇനി അയാൾ മാറുന്നില്ല, അയാൾ പിന്നെയും കുടിയാനായി പോയി സങ്കല്പിക്കുക. അവിടെയുള്ള ആ വീട്ടിലുള്ള മക്കളെ സുരക്ഷിതമായി വളർത്താൻ ഈ ഉമ്മക്ക് സാധിക്കും. ഏത് കുട്ടിയും കൂടുതൽ ബന്ധം ഉമ്മനോടാണ്. വാപ്പ തല്ലുമ്പോൾ ഉമ്മ എന്ന് വിളിച്ചിട്ടാണ് അവർ കരയാ. ഉമ്മന്നെ അവരെ തല്ലാണെങ്കിൽ വാപ്പാന്നല്ല വിളിക്കുക, ഉമ്മ തന്നെ പിന്നെയും വിളിക്കുക. ഏത് കുട്ടിയും ഉമ്മയോട് ഏറ്റവും കൂടുതൽ ആർദ്രത കാണിക്കും. ആ കുഞ്ഞുങ്ങളെ ദീനിന്റെ വഴിയിലൂടെ കൊണ്ടുപോവാൻ ഭർത്താവ് പഴച്ചാലും കുട്ടികളുടെ ഒപ്പ പഴച്ചാലും ഈ ഉമ്മമാർക്ക് സാധിക്കും. കൃത്യമായി മദ്രസയിലേക്ക് വിടാൻ പറ്റും. മദ്രസയിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ രാത്രിയിൽ ഇരുന്ന് പഠിപ്പിക്കാൻ പറ്റും. മദ്രസയിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. കുട്ടി ടോയ്ലറ്റിൽ കയറുമ്പോൾ ഇടതുകാൽ മുന്നിൽ വെക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് തിരുത്താൻ ഈ ഉമ്മക്ക് സാധിക്കും. കുട്ടി ഇടത് കൈ കൊണ്ടാണോ വെള്ളം കുടിക്കുന്നത്, തിരുത്തി വലത് കൈക്കലാക്കാൻ ഈ ഉമ്മനെ കൊണ്ട് പറ്റും. പുതിയ കാലത്ത് ഏറ്റവും കൂടുതൽ മദ്യം മയക്കുമരുന്നിന്റെ അഡിക്റ്റുകളാകുന്നത് ഉമ്മമാരാണെന്ന് അതിസംബന്ധമായ ഒരു വിദഗ്ധൻ തുടർന്ന് പറയുമ്പോ ഈ സമുദായം ഇനിയും തോൽക്കൂലേ? ഈ സമുദായം ഇനിയും തോൽക്കൂ. അപ്പോഴേക്ക് സ്ത്രീകളെ ആക്ഷേപിച്ചു എന്ന് പറയണോ? ഈ സമുദായം പിന്നെയും പിന്നെയും തോറ്റുകൊണ്ടിരിക്കും. കേരളം നാലുകാലിൽ തന്നെ നടക്കും. വേച്ചു വേച്ചു വരുന്ന ചെറുപ്പക്കാർ കേരളത്തിന്റെ പ്രതീകമായി മാറും. ഏറ്റവും കൂടുതൽ മദ്യം കുടിക്കാൻ പുതിയ കാലത്ത് ട്രെൻഡ് കാണിക്കുന്നത് പെണ്ണുങ്ങളാണ്. നിരന്തരമായി ടൂർ പോകുന്നത് അതിനാണത്രേ. മാജിക് മഷ്റൂം എന്ന് പറഞ്ഞൊരു സാധനമാണ്, അത്ഭുതക്കൂൺ എന്ന് മലയാളം. അത് ഊട്ടിയിലാണ്. ഊട്ടിക്കാട്ടിനുള്ളിൽ പണ്ട് വീണുപോയ കുറെ മരങ്ങളിൽ മുളക്കുന്നതാണ്. ഈ സാധനം തണുപ്പത്താണ് വർക്കബിൾ ആവുക. ഊട്ടിയിലുള്ള തണുപ്പിൽ ഹോട്ടലിലൊക്കെ കൊണ്ടുവന്ന് വലിയ ഹോട്ടലിലുള്ള AC ഒക്കെ ഇട്ട് പിന്നെയും തണുപ്പിച്ച് നല്ല വില കൊടുത്തു വാങ്ങുന്ന ഈ സാധനം കടിച്ചു പറിച്ച് തിന്നുന്നു മക്കൾ. പിന്നെ 48 മണിക്കൂർ അവർ സ്വപ്ന ലോകത്തായിരിക്കും. ഇടക്കിടക്ക് ഊട്ടിക്ക് പോകണുണ്ടോ? ആ പഴയ തീവണ്ടിയും മഞ്ഞ് മൂടിയതും കാണാൻ തന്നെയാണോ എന്നൊന്ന് ആലോചിക്കുക. അങ്ങനെ ഉണ്ടോല്ലോ അവിടെ ഒരു സാധനം. ഞാനവിടെ പോയിട്ടില്ല. ആ പഴയ തീവണ്ടി കാണാൻ തന്നെയാണോ എന്നൊന്ന് നോക്കുക. അല്ലെങ്കിൽ ആ മഞ്ഞ് മൂടിയ മല ഇങ്ങനെ കാണാൻ തന്നെയാണോ? പുതിയത് അവിടെ എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരിക്കൽ പോയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അതന്നെയാണ് പിന്നെയും കാണാനുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇടക്കിടക്ക് പോകുന്നുണ്ടോ? എന്തിനാണെന്നൊന്ന് ആലോചിക്കണം. മാജിക് മഷ്റൂമിനാണോ എന്നൊന്ന് ഉറക്കെ ചിന്തിക്കണം. കുട്ടി നമ്മുടേതല്ലാതായി പോകുന്നു. ഈ മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചു തുടങ്ങിയ 4 ഘട്ടമാണ്. 1-ാം ഘട്ടം എന്തിനും ധൈര്യമായിരിക്കും. ഏറ്റവും ലാസ്റ്റ് ഭയങ്കരമായ വിഷാദവും സംശയരോഗമായിരിക്കും. 2 ആൾ സംസാരിക്കുകയാണെങ്കിൽ അവരെ കുറ്റ പറയണതെന്ന് വരുന്നു. അവർ പോലീസൊക്കെ എന്നെ വിളിപ്പിച്ച് പിടിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണ്, അതേക്കുറിച്ചാണ് അവർ ആലോചിക്കുന്നത് എന്ന് വിചാരിച്ചു പോകും. ഒടുവിൽ എനിക്ക് ഈ ജീവിതം സാധ്യമല്ലെന്നവർ തീരുമാനിക്കും. ആത്മഹത്യയിൽ അഭയം തേടും. മാരകമായ മയക്കുമരുന്നുകൾ അവരുടെ സിരയിലേക്ക് എത്തിച്ചേർന്നാൽ അത് പിന്നെ പിന്നെ ഫലം ചെയ്യാതെ വരും. എന്നിട്ട് വിഷപ്പാമ്പുകളെ കൊണ്ട് നാവിൽ കൊത്തിക്കുന്ന സംസ്കാരം പോലുണ്ട്. നമ്മുടെ കേരളത്തിൽ ഒരുത്തൻ അറസ്റ്റ് ചെയ്തിരുന്നു. അവന്റെ ലിസ്റ്റിൽ 1500 പേരുണ്ട് അത്രേ ഈ നാവിൽ പാമ്പിനെ കൊത്തിക്കുന്ന ആളുകൾ. അടിയാടി വരും അവന്റെ അടുത്ത്. കൊട്ട തുറന്ന് പാമ്പിനെടുത്തിട്ട് അവൻ നാവിൽ കൊത്തിക്കുക. പിന്നീട് അവർ കുറച്ചേരൊക്കെ നിന്നില്ല, ബാലൻസ് കീപ്പ് ചെയ്ത് അങ്ങനെ നല്ലോണം നടന്നു പോകാം. എവിടെ എത്തിയുണ്ട് നമ്മുടെ തലമുറ എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഇவ்விധം വളരെ മാരകമായ സംഗതികൾ ഉപയോഗപ്പെടുത്തി അവര് വിഷാദരോഗത്തിലേക്ക് എത്തുന്നു. ഇനി ജീവിതം സാധ്യമല്ലെന്ന് തീരുമാനിക്കുന്നു. അവസാനം ആത്മഹത്യയിൽ അഭയം തേടുന്നു.
ആത്മഹത്യ ഒന്നും ചെയ്യണില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ ആ സാധനമൊക്കെ ആണെങ്കിൽ ഒരു 7 വർഷത്തിന്റെ മുമ്പ് ആൾ അടിച്ചു പോയിരിക്കുമെന്നതിൽ വൈദ്യശാസ്ത്രത്തിന് തർക്കമില്ല. ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ കുറെ ആളുകൾ, സിനിമകൾ, സീരിയലുകൾ, പ്രസ്ഥാനങ്ങൾ, മതവിരോധികൾ, യുക്തിവാദികൾ ഒരു നിയന്ത്രണമില്ലാതെ വളയമില്ലാതെ ചാടണം എന്ന ഒരു സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. പെൺകുട്ടിയോട് ചോദിക്കണം എന്തിനാ കല്യാണം എന്ന്, നിന്റെ കാര്യങ്ങളൊക്കെ നടന്ന പോലെ അതിന് ഞങ്ങളൊക്കെ അല്ലേ എന്ന് അവർ പറയാതെ പറയുന്നു. ഈ വിഷയത്തിൽ പെൺകുട്ടികളെ വഴിതെറ്റിച്ചുകൊണ്ട് ഇസ്ലാമിക സംസ്കാരം എന്ന രീതിയിൽ അറിയപ്പെട്ടിരുന്ന മാപ്പിളപ്പാട്ടുകൾ പോലെയുള്ളതും വൃത്തികേടിന്റെ വരികളായി മാറുന്നു. ഞാനൊന്നും ഉദ്ധരിക്കണില്ല. ഈ സയ്യിദമാരെയും ഈ ആലിമീങ്ങളെയും സാക്ഷി നിർത്തി അത് പറയാൻ പോലും പറ്റാത്തത്ര വൃത്തികേടുകളായി ഈ സംഗതികളൊക്കെ മാറുന്നു. ഇവിടെയാണ് റബ്ബ് നമുക്ക് നൽകിയ ദീനിന്റെ പ്രസക്തി. മുഅ്മിനീങ്ങളായി ഇതുവരെ വളർന്നു എന്നുള്ളത് വലിയൊരു സംഗതിയാണ്. ഞാനതിനെ തിരിയും വില കുറച്ച് കാണിക്കുന്നില്ല. പക്ഷേ സമ്പൂർണമായി ആത്യന്തികമായി വിജയം നേടണമെങ്കിൽ മുഅ്മിനായി മരിക്കാനും നമുക്ക് സാധിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ചില ആളുകൾ മുഅ്മിനായി ജനിക്കും, മുഅ്മിനായി വളരും, അവരുടെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരു മുഴം മാത്രം ശേഷിച്ചിരിക്കെ, ഒരു മുഴം കൂടി സഞ്ചരിച്ചാൽ അവർ സ്വർഗത്തിലേക്ക്. ആ ഒരു സന്ദർഭത്തിൽ അവർ ദീനീ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തും. അങ്ങനെ നരകത്തിൽ നിത്യവാസം തെരഞ്ഞെടുക്കും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇത്രയും കാലം മുഅ്മിനായി ജീവിക്കുക, എന്നിട്ട് ഏതോ ഒരു ദുർബലമായ നിമിഷത്തിൽ ഇസ്ലാമിനെ പരിഹസിച്ച് ഒരുത്തനിറക്കിയ ഒരു ഷോട്ട് കണ്ടിട്ട് അതിലങ്ങോട്ട് ചിരിച്ചാസ്വദിച്ച് ഇസ്ലാം എന്നോട് ഇറങ്ങിപ്പോവുക. ചിരിച്ചാസ്വദിക്കുമ്പോഴേക്കോ ഇസ്ലാമിനെ പരിഹസിക്കുന്ന ഒരു സാധനം ഒരുത്തം പ്രഭാഷണം നടത്തുന്നു. നമ്മളതൊക്കെ ഇങ്ങനെ കേട്ടിരിക്കണം, ഇത് കൊള്ളാലോ എന്ന് തോന്നുന്നു. ഇതൊക്കെയാണല്ലേ ഇസ്ലാം എന്ന് ഒരു വിജ്ഞാനവും ഇല്ലാതെ മദ്രസിൽ 4ാം ക്ലാസ്സിൽ പോയി അതൊക്കെ മറന്നുപോയ ആ പ്രാവീണ്യം മാത്രം വെച്ചിട്ട് അവൻ മനസ്സിലാക്കുന്നു ഇസ്ലാം എന്ന് പോയി. ഇനി ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്ത് ബസ് കയറൊന്നും വേണ്ട. പരിശുദ്ധ ഇസ്ലാമിൻ്റെതാണെന്ന് വ്യക്തമായ പ്രതീകമായ രീതിയിൽ സമൂഹം മനസ്സിലാക്കുന്ന ഏത് സംഗതിയെയും പരിഹസിച്ചാൽ, അപകീർത്തിപ്പെടുത്തിയാൽ ദീനിൽ അവന് സ്ഥാനം ഉണ്ടാവില്ല. പലപ്പോഴും നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടി ചിലവർ വരും. അവർ കടോദ്ഘാടനം ചെയ്യാൻ വരുമ്പോ പാന്റ് ഇൻസൈഡ് ചെയ്തിട്ടുണ്ടാവും മനുഷ്യന്മാരമായിരിക്കും. നേരെ മറിച്ച് അവർ ചിരിപ്പിക്കാൻ വേണ്ടി ഷോർട്ട് ഫിലിമിലും അവര് വീഡിയോ ക്ലിപ്പിലൊക്കെ വരുമ്പോഴേക്കോ ഉസ്താദിന്റെ തുണി എടുത്തിട്ടുണ്ടാവും, നീണ്ട കുപ്പായം ഇട്ടിട്ടുണ്ടാവും. എന്ത് തോന്നിയാസത്തിനും തൊപ്പി മസ്റ്റ. അതെങ്ങനെ അങ്ങനെ കോലം കിട്ടണം? എന്താ പാൻസ് ഇട്ടിട്ട് അവർക്ക് ഈ കോമാളിക്കളി? സ്വന്തം കാമിനിയുടെ അടുത്തേക്ക് ഭാര്യ അറിയാതെ അവളുടെ ബർത്ത്ഡേക്ക് കേക്ക് വാങ്ങാൻ പോകുമ്പോ നീളം കുപ്പായം തൊപ്പിയിടുന്നു. അങ്ങനെ ഉണ്ടൊരു കാമുകൻ. സ്വന്തം മോനെ കൊണ്ടുവന്നു കാമുകിക്ക് കേക്ക് സെലക്ട് ചെയ്യാൻ. ഇത് കണ്ട് ആസ്വദിച്ച് ചിരിക്കുന്നുണ്ടോ? ഈ ഈമാനിനെ കുറിച്ച് നമുക്ക് ബോധം വേണം. പരിശുദ്ധ ദീനിനെ ഇങ്ങനെ പരിഹസിക്കല, അത് പ്രൊഫഷനാണ്. വ്യഭിചാരിക്കും പറഞ്ഞൂടെ ഇതെന്റെ പ്രൊഫഷനാണ്? അങ്ങനെയാണല്ലോ പറയണത്. വ്യഭിചാരിന്നോ അതിന്റെ ഇംഗ്ലീഷോ അറബിയോ ഒന്നും പറയാൻ പറ്റൂല. ലൈംഗിക തൊഴിലാളി എന്ന് പറയണം, ഡെക്കറേഷൻ ചെയ്തിട്ട്. ലൈംഗിക തൊഴിലാളി അങ്ങനെ ആർക്കും പറഞ്ഞൂടെ ഇതെന്റെ പ്രൊഫഷനാണ്. ആരൊക്കെ ആടിയാലും പാടിയാലും എന്റെ ദൗത്യം അതല്ലെന്ന ബോധത്തിൽ മാറി നിന്ന് കിട്ടുന്ന സമയം ആഖിറത്തിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി മാറ്റിവെച്ചാൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, ഞാനും നിങ്ങൾ രക്ഷപ്പെടും. അല്ലെങ്കിൽ പീസായി പോകും. ഇതിലൊക്കെ വരുന്ന എല്ലാ സാധനം കാണണമെന്ന് ആരാ നമ്മളെ പറഞ്ഞു പറ്റിച്ച്? ഒരു ദിവസം എത്ര മണിക്കൂറാണ് ഈ സാധനത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത് എന്ന് ഗൗരവത്തിൽ ആലോചിക്കുന്നത്. അതിന്റെ മതം നമുക്ക് തൽക്കാലം മാറ്റിവെക്കാം. അതിന്റെ ഭൗതികമായ കാര്യങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു മാനേജർ 2 മണിക്കൂർ 3 മണിക്കൂർ റീൽസും ഷോർട്സും കാണാൻ വേണ്ടി ചെലവഴിക്കുന്നെങ്കിൽ അയാൾ മാനേജറായ സ്ഥാപനത്തിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടാക്കാൻ അയാൾക്ക് പറ്റുമോ?
ഒരു വിദ്യാർത്ഥി 2-3 മണിക്കൂർ ഇതിൽ തിരിഞ്ഞു മറിയുന്നെങ്കിൽ അവളുടെ പഠനത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള പുരോഗതി ഉണ്ടാവും. SSLC കാലം വരുന്നു. കഴിഞ്ഞ പ്രാവശ്യം തെക്കുള്ള ഒരു ചങ്ങാതി, കോട്ടയം ഭാഗത്തുള്ള ഒരു അമുസ്ലിമായ സഹോദരൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതി മലബാറിലെ മുസ്ലിങ്ങളെ കുറിച്ച്. അദ്ദേഹം SSLCക്ക് 5-6 ദിവസം ഉണ്ടായിരിക്കെ അദ്ദേഹം വയനാട്ടിൽ നിന്ന് പോരുകയാണ്. അപ്പൊ കൊടുവള്ളി ഭാഗത്ത് 3 സ്കൂൾ വിദ്യാർത്ഥികളെ പോലെയുള്ളവർ കൈ കാണിച്ചു കാറിന്. കുരുങ്ങിപ്പോയതായിരിക്കും നിർത്തി അദ്ദേഹം നിർത്തി കാറ് കയറ്റി. സ്വാഭാവികമായി ഇങ്ങനെ സംസാരിച്ചു പോയപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്താ പഠിക്കുന്നത്? എല്ലാവരും പറഞ്ഞു ഞങ്ങൾ SSLC വിദ്യാർത്ഥി. നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഞങ്ങൾ കുഴപ്പ ഫുട്ബോൾ കണ്ടുവരികയാണ്. കുഴപ്പമെന്നല്ല, അവിടുത്തെ ഫുട്ബോളിന്റെ പേരതാണ്, മത്സരത്തിന്റെ പേര് കുഴപ്പ. അദ്ദേഹം നാട്ടിൽ പോയിട്ട് ഫേസ്ബുക്കിൽ കുറിച്ചു, ഞങ്ങളെ നാട്ടുകളിൽ തിരുവിതാംകൂർ മേഖലകളിൽ ജോലിയുള്ള രക്ഷിതാക്കൾ ജോലിയിൽ നിന്ന് ലീവെടുത്ത് SSLC കുട്ടികളുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കാൻ വേണ്ടി മെനക്കെടുന്ന ഈ സന്ദർഭത്തിൽ ഏതാനും ദിവസങ്ങൾക്കകം SSLC പരീക്ഷ വരുന്ന ഈ ഒരു സമയത്ത് മലബാറിലെ കുട്ടികൾ പന്തുകളി മത്സരം കാണാൻ പോയിട്ട് 10 മണിക്ക് മടങ്ങി വരികയാണ്. എന്താ നമ്മൾ ചെയ്യേണ്ടത്? എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് നോക്കൂ. ഇതിനു വേണ്ടി മാറ്റിവെക്കാൻ നമുക്ക് സമയം എവിടുന്ന് കിട്ടുമെന്ന് ആലോചിച്ച് നോക്കൂ. SSLCക്ക് പഠിക്കാനിരിക്കുന്ന ഒരു പെൺകുട്ടി അടുത്ത് ഇങ്ങനെ നെറ്റ് ഓണാക്കിയിട്ട് ഒരു ഫോണും വെച്ചിരിക്കും. അവളിങ്ങനെ പഠിക്കുന്നുണ്ട്. ഈ സമയം MC² എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള ശ്രദ്ധയിൽ എന്താ അറിയാം, എന്തോ ഒരു മെസ്സേജ് വരാത്തു, എന്തോ ഒരു പൂവ് വരാത്തു എന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം SSLC പെണ്ണിനോടൊപ്പം പഠിക്കാൻ വേണ്ടിയിട്ട് അവളുടെ ഒരു കൂട്ടുകാരത്തി പെണ്ണു. അപ്പൊ അവരിൽപ്പെട്ട ഒരാളുടെ സൗഹൃദം വന്നു, മീൻസ് അപ്പൊ മറ്റാളുടെ സുഹൃത്ത് അത് അറിഞ്ഞ് ഇവനെങ്ങാനും ഓന്റെ സുഹൃത്തിന് എന്തെങ്കിലും ഇങ്ങനെ തട്ടിപ്പാക്കുമെന്നോ അറിഞ്ഞിട്ട് കരുതിയിട്ട് ഇവൻ വന്നു. അങ്ങനെ പൊരിഞ്ഞടി നടന്നു രണ്ടാളും പേരിൽ. ഭയങ്കരമായ അടി നടക്കുമ്പോഴാണ് പഠിക്കാനുള്ള കുട്ടികളെ പഠിപ്പ് ഇതാന്ന് വീട്ടുകാർ അറിയണത്. അപ്പൊ ഇങ്ങനെ ഫോണിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇതിൽ ഇടക്കിടക്ക് നോക്കുകയാണ്, വന്നോ 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 വന്നോ, എന്തോനൊന്നും വിടാത്തു. അവസാനം ഒരു പൂവ് വരുമ്പോ സന്തോഷമായി. പൂവ് വന്നില്ലേ, കുറവാക്കരുതായിട്ട് ഒരു പൂവിന്റെ കൊട്ടോളം അങ്ങോട്ടോട് വിട്ടെടുത്തു. അപ്പൊ ഓൾക്കും ഹാപ്പിയായി. പിന്നെ അടുത്ത വന്നൊരു കൊല വത്തക്ക, ഇവിടെ ഒരു വാട്ടർ മിൽ അങ്ങോട്ട് കൊടുത്തു. ഇതാണ് കളി. ഇവിടെ പഠനം. എങ്ങനെ മനസ്സിലേക്ക് പഠിക്കുന്ന കാര്യങ്ങൾ കയറുക? മതം മാറ്റി വെക്കൂ തൽക്കാലം. ഒരു മാനേജർ, ഒരു വിദ്യാർത്ഥി, ഒരു ജീവനക്കാരൻ, ഒരു ഉദ്യോഗസ്ഥൻ, അവരിതുമ്മ തന്നെ കൂടിയിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ പിന്നെ എന്ത് പുരോഗതി? രാവിലെ എഴുന്നേറ്റ 10-20 മിനിറ്റ് ഇത് കാണണം, എന്നിട്ടാണ് ടോയ്ലറ്റ് പോണതിനെ പറ്റി ആലോചിക്കണുള്ളൂ. അത് കഴിഞ്ഞ് വന്ന നിസ്കാരം കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇത് എടുക്കണം. ചാടിക്കുമ്പോഴും ചോറയിക്കുമ്പോഴും ഇത് കയ്യിൽ നിന്ന് വെക്കാൻ വയ്യ. യാത്രയിലുടനീളം ഇത് തലതാഴ്ത്തിയിരുന്നതിൽ തോണ്ടിക്കൊണ്ടേയിരിക്കുന്നു. അദ്ദാദ് ചെല്ലുമ്പത് അദ്ദാദ് ഇങ്ങനെ ചെല്ലുകയാണ്. ഗോൾ ഗോൾ ഗോൾ, അവിടെ കളിയടക്കാണ്. ഇവിടെ അദ്ദാദ്. ഒരു മനുഷ്യനെ ഇത്രമേൽ കെട്ടിയിടുന്ന മറ്റൊരു സാധനം ഉണ്ടോന്ന് ആലോചിച്ചു. രാത്രിയൊക്കെ ഉറങ്ങണേന്റെ 1 മണിക്കൂർ മുന്നേ ഇതിലേക്ക് നോക്കൽ നിർത്തണം എന്നാണ്. 1 മണിക്കൂറിന്റെ മുന്നേ അലാറം വെച്ചോളൂ. ഇത് തന്നെ അലാറം വെക്കാൻ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ. അലാറം വെക്കാൻ നല്ലതാ മറ്റേ ഉണ്ട സാധനം, ഗാന്ധിജി കെട്ടിത്തൂക്കി നടന്നൊരു സംഭവം ഉണ്ടല്ലോ, അത്. ഇതുകൊണ്ട് ഇത് മാത്രം നടത്തേണ്ട കാര്യത്തിൽ ഇതുകൊണ്ട് മാത്രം നടത്താൻ പറ്റുന്നതിന് മാത്രം ഇത് ഉപയോഗപ്പെടും. അലാറം വെക്കാൻ ഞാൻ പറഞ്ഞ സാധനം മേടിക്കും. വാർത്ത കേൾക്കണം എന്നുണ്ടോ എങ്കിലും വീട്ടിൽ അതിനുള്ള സംവിധാനം ഏർപ്പെടുത്തുക. ഇത് കേൾക്കരുത്. കാരണം ഇതിനോടുള്ള കണക്ഷൻ മാറണമെങ്കിൽ പരമാവധി ഇതിന്റെ ഉപയോഗം കുറക്കണം. ഇതേ ഫോൺ വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഫോൺ വരാനും ഫോൺ വിടാനും ഇത് കൂടിയേ തീരൂ. അതുകൊണ്ട് അതിന് മാത്രമായിട്ട് ഇത് മാറ്റിവെക്കണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണ്ടേ, ഇത് ജീവിതത്തിൽ എത്ര ടൈമാണ് ഈ സംഭവം നമ്മിൽ നിന്ന് കവർന്നെടുത്തുകൊണ്ടിരിക്കുന്നത്?
PSC പഠിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരുണ്ടാവില്ലേ? എത്ര കഷ്ടപ്പെട്ട് പഠിക്കണം, എവിടുന്ന ചോദ്യം വരാൻ വല്ല പിടുത്തോണ്ടോ? അപ്പൊ അവരുടെ ശ്രദ്ധ മൊത്തത്തിലാണെങ്കിൽ യാത്രയിൽ അത് നടന്നു പോണ സമയത്ത് കല്ലുമ്മ മുട്ടോ തോന്നും. കാരണം കുട്ടികൾ നടക്കുന്നത് ഇങ്ങനെ ആയിരിക്കും, തോണ്ടി തോണ്ടി നടക്കുകയാണ്. ഉറങ്ങുമ്പോഴത് അലാറം വെക്കണം, 1 മണിക്കൂർ മുമ്പ് അലാറം വെച്ചേക്കണം. ഉറങ്ങുന്നതിന്റെ 1 മണിക്കൂർ മുമ്പെങ്കിലും ഈ സാധനം ഒഴിവാക്കുന്നില്ലെങ്കിൽ, നമ്മൾ ഉറങ്ങാൻ കടന്നിട്ട് ഇത് തന്നെ തോണ്ടിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ, ഉറങ്ങാൻ കടന്നിട്ട് നമ്മൾ ഹിസ്ബുൻ നസറാണ് ചെല്ലുന്നത്, അത് ഇതിന്നാണ് എങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, 1.5 മണിക്കൂറോളം നമ്മുടെ തലച്ചോറിൽ ബ്ലൂ ലൈറ്റ് തങ്ങി നിൽക്കും. 1.5 മണിക്കൂർ. ആ 1.5 മണിക്കൂർ നമ്മൾ ഉറങ്ങിയാൽ തലച്ചോറിന് അത് അത്ര ഫലം ചെയ്യൂല. രാവിലെ എഴുന്നേറ്റിട്ട് സംഗതി നമ്മൾ 6 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടാവും, പക്ഷെ രാവിലെ എഴുന്നേൽക്കുമ്പോ തീരെ എഴുന്നേൽക്കാൻ പറ്റൂല, ഇങ്ങനെ തിരിഞ്ഞു കളിച്ചോണ്ടിരിക്കും. എന്തേ കാര്യം? 1.5 മണിക്കൂർ നമ്മൾ ഉറങ്ങിയിട്ടുണ്ട്, പക്ഷെ അതൊരു ഉറക്കായിട്ട് തലച്ചോറ് സ്വീകരിച്ചിട്ടില്ല. ആ ഉറങ്ങി 1.5 മണിക്കൂർ നമ്മുടെ തലയുടെ ഉള്ളിൽ ബ്ലൂ ലൈറ്റ് തങ്ങി നിൽക്കുകയായിരുന്നു ഈ സാധനത്തിൻ്റെത്. കണ്ണ് നശിച്ചുകൊണ്ടിരിക്കണം, ചെറിയ കുട്ടികളുടെ തൊക്കെ. ഇതിന്റെ മതം മാറ്റിവെക്കു തൽക്കാലം. ഭൗതികമായി ആലോചിച്ചാൽ നമ്മുടെ പുരോഗതിക്ക് ഇത് എന്തുമാത്രം തടസ്സമാണ്. ഇതിൽ നിന്നാണ് സർവ്വവിധ വിപത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എനിക്കൊരു ചെറുപ്പക്കാരൻ ഒരു മുസ്ലിം അല്ലാത്തൊരു പെൺകുട്ടിയുടെ ഒരു വീഡിയോ ഇട്ടു. ആ പെൺകുട്ടി എനിക്ക് അറിയില്ല, ഞാൻ അവനോട് ചോദിക്കണം തരുന്നു ഇയാൾ ആരാണ്. അപ്പൊ 2 പെണ്ണുങ്ങൾ ആ പെൺകുട്ടിയെ ഇന്റർവ്യൂ ചെയ്യാണ്. ആ പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ട് ഫോൺ എങ്ങനെ. ആ പെൺകുട്ടി പറയാം, വലിയ പെണ്ണാണ് കേട്ടോ, ഏകദേശം ഞാൻ ഊഹിക്കുന്നത് 23-22 വയസ്സ്. അവള് പറയും വല്ലപ്പോഴും ഉപയോഗിക്കും ഫോൺ വിളിക്കാൻ, സോഷ്യൽ മീഡിയ തീരെ ഉപയോഗിക്കൂലെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ പെൺകുട്ടി പറയണത് വല്ലപ്പോഴും ഈ യൂട്യൂബ് ഉപയോഗപ്പെടുത്തുന്ന. അവൻ എനിക്ക് ഇൻസ്റ്റയിൽ അക്കൗണ്ടില്ലേ ചോദിക്കുന്നത്, ഇന്റർവ്യൂ നടത്തുന്നതാണ്. അപ്പൊ ഈ പെണ്ണ് പറയുന്നത് എന്താ, ഇല്ലേ ഇല്ല. അപ്പൊ എന്താ ഇൻസ്റ്റയിൽ അക്കൗണ്ട് തുടങ്ങാത്തത്? അപ്പൊ അവള് പറയണം അതുകൊണ്ട് ഒരു ഉപകാരമില്ല, നമ്മൾ നശിച്ചുകൊണ്ടേയിരിക്കും. ആ ഒരു ബോധത്തിലേക്ക് നമ്മുടെ മക്കളെ വളർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് എന്നെ ശ്രവിക്കുന്ന ഉമ്മമാരും ഉപ്പമാരും ഉറക്കാലോചിച്ചു. എന്താ സാധനം കൊണ്ട് ഗുണം? കുറെ ക്ലിപ്പുകൾ, ഒന്ന് കണ്ട് മറ്റുണ്ട്, ഒന്ന് കണ്ട് മറ്റുണ്ട്, ഒന്ന് കണ്ട് മറ്റുണ്ട്. സമയം പോയിക്കൊണ്ടേയിരിക്കുക. നമുക്ക് അള്ളാഹു അനുവദിച്ച സമയം എത്ര ബാക്കിയുണ്ട് എന്ന് ആർക്കാ ഉറപ്പുള്ള? വൃദ്ധരായ ആളുകളും വൃദ്ധരായ ഉമ്മമാരും പോലും അതിന്റെ ആളുകൾ. 60 വയസ്സൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പിന്നീടുള്ള ജീവിതം ബോണസ് ആണെന്ന് മനസ്സിലാക്കണം എൻ്റെ സഹോദരിമാരെ, സഹോദരന്മാരെ. അള്ളാഹുവിന്റെ ഹബീബ് ഒരു 63 വയസ്സാണ് ജീവിച്ചത്. അവിടുത്തെ സന്തത സഹചാരി സിദ്ദീഖുൽ അക്ബർ തങ്ങൾ 63 വയസ്സാണ് ജീവിച്ചത്. ലോകം മൊത്തം വിജ്ഞാനം കൊണ്ട് ഖുറൈശി പണ്ഡിതൻ നിറക്കുമെന്ന് ഹബീബിന വസയ്യിദുന മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ച ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു 55 വർഷമാണ് ജീവിച്ചത്. ഹിജ്റ 150 ജനിക്കുന്നു, 205 ആകുന്നതിന്റെ മുമ്പ് മരണപ്പെടുന്നു. 2ാം ഷാഫി എന്ന പേര് പ്രസിദ്ധനാണ് ഇമാമുന നബവി റളിയല്ലാഹു അൻഹു. 45 വർഷം മാത്രമാണ് ജീവിച്ചത്. നമ്മളും ആ ഒരു യാത്രയിലാണ്. ഈ പ്രഭാഷണം പൂർത്തിയാക്കുമെന്ന് എനിക്ക് ഉറപ്പിക്കാൻ പറ്റും. ഇത് കേട്ട് വീട്ടിലേക്ക് എത്തിച്ചേരുമെന്ന് എന്നെ ശ്രവിക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ഉറപ്പിക്കരുത്. ഇന്ന് ഞാൻ ജുമഅക്ക് കൂടിയത് നമ്മുടെ ഇവിടെയുള്ള ഈ പള്ളിയിലാണ്. നമ്മുടെ ഖത്തീബ് ഉസ്താദ് 1ാമത്തെ റക്അത്തിൽ ഓതി തുടങ്ങിയത് സൂറത്തുൽ ജുമഅയുടെ 8ാമത്തെ ആയത്താണ്. ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നിങ്ങൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. ഇന്നൽ മൗതല്ലദീ ഏതൊരു മരണമാണ് നിങ്ങൾ അതിൽ നിന്ന് പേടിച്ചോടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. തഫിറൂന മിൻഹു, മരണത്തിൽ നിന്ന് പേടിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ആ മരണം ഫഇന്നഹു മുലാഖീകും, അത് നിങ്ങളെ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആനിൽ പടച്ച റബ്ബ് ഉറപ്പ് തരുന്നു.
നമുക്കൊക്കെ ആകെയുള്ളൊരു ഉറപ്പാണ് ഈ മരണം. നമുക്കൊക്കെ ആകെയുള്ള ഒരു ഉറപ്പാണ് ഈ മരണം. നമ്മൾ പരീക്ഷ ജയിക്കുമെന്ന് പ്രതീക്ഷിക്കണ്ടാവും, ഉറപ്പില്ല. രോഗം മാറുമെന്ന് പ്രതീക്ഷ ഉണ്ടാവും, ഉറപ്പിക്കാൻ പറ്റൂല. അങ്ങനെ പല പല സ്വപ്നങ്ങൾ ഉണ്ടാവും, ഒന്നും ഉറപ്പിക്കാൻ പറ്റില്ല. നമുക്കെല്ലാവർക്കും 1.5% സംശയമില്ലാത്ത ഉറപ്പാണ് മരണം. അതുകൊണ്ട് ഖുർആനിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ മരണത്തെ കുറിച്ച് യഖീൻ എന്നാണ് പ്രയോഗിക്കുന്നത്. ഉറപ്പ്. ഖുർആനിൽ ഏറ്റവും അവസാനമായി അവതരിച്ച സൂക്തം സൂറത്തുൽ ബഖറയുടെ 281-ാമത്തെ വാക്യം. അതും പറയുന്നത് ഈ യാത്രയെ കുറിച്ചാണ്. എന്റെ സഹോദരി മറന്നു പോകരുത്. ഖുർആനിൽ ഏറ്റവും അവസാനം പറയുന്ന സൂക്തം മരണത്തെ കുറിച്ചാണ്. അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസം വരും, അത് ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം. തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആലോചിക്കണം, ഇനി എത്ര നാൾ ബാക്കിയുണ്ടെന്ന്. ദിവസത്തിൽ 2 മണിക്കൂർ ഇതിന് മാറ്റിവെക്കുമ്പോ പരിശുദ്ധ റമദാൻ വരാനായി. ഇതേ റജബ് പറക്കുന്നു. കഴിഞ്ഞ റമദാനിൽ ഖുർആൻ ഓതി എടുത്തു വെച്ചിട്ട് അതൊന്ന് തുറന്നു പോക്കാത്തവർ എത്ര പേരുണ്ടെന്നൊന്ന് ഉറക്കാലോചിക്കാം. അന്ന് ഖത്തം തീർത്തിട്ട് ഇതുവരെ ഒരു ഖത്തം തീർക്കാൻ പറ്റാത്തവർ എത്ര പേരുണ്ട് എന്ന് ഉറക്കാലോചിക്കണം. സമയം കിട്ടിയില്ലല്ലേ നമുക്ക്? അത്യാവശ്യം തപ്പിത്തടഞ്ഞ് പതുക്കെ ഓതിയാൽ തന്നെ ഒരു ജുസ് പൂർത്തിയാക്കാൻ 30-35 മിനിറ്റ് മതി. നമ്മൾ 2 ക്ലിപ്പ് കണ്ട സമയം നർത്ഥം. ഡെയിലി 2 മണിക്കൂറിലേറെ ചെലവഴിക്കുകയോ ഈ സാധനത്തിൽ ക്ലിപ്പ് കാണാൻ, ആരോരോ സൃഷ്ടിച്ച വൃത്തികേട് കാണാൻ, ഏതോ ഒരു പെണ്ണിന്റെ എന്തൊക്കെയോ കൗതുകം കാണാൻ, എന്നിട്ടൊരു 1/2 മണിക്കൂർ ദിവസം ഒരു ജുസ് ഓതാൻ നമുക്ക് സമയം കിട്ടിയില്ലേ? നമ്മൾ പോവാണ് സ്വർഗം പ്രതീക്ഷിച്ചിട്ട്. നമ്മളും അങ്ങോട്ട് യാത്ര ചെയ്യാനുള്ള ശ്രമത്തിലാണ്, സ്വർഗം നേടാൻ വേണ്ടി. കേൾക്കാനല്ല ഞാനത് പറയാൻ, ഞാനും നിങ്ങളും അനുഷ്ഠിക്കാനാണ്. ധാരാളം പണ്ഡിതന്മാരുടെ സാന്നിധ്യത്തിൽ, നിരവധിയായ നിഷ്കപടരാകുന്ന മുതഅല്ലിമീങ്ങളുടെ സാന്നിധ്യത്തിൽ നമ്മളായി കാണാൻ വല്ലാതെ ആഗ്രഹിച്ച നമ്മുടെ സീനിയർ കാർന്നോമാരൊക്കെ നിറഞ്ഞിരിക്കുന്ന ഈ വേദിയിൽ ജീവിതത്തെ കുറിച്ച് കൃത്യമായൊരു തീരുമാനം എടുത്തിട്ട് വേണം നമ്മൾ പിരിഞ്ഞു പോവാൻ. വിദ്യാഭ്യാസം വേണം, അതിനുള്ള എല്ലാ മാർഗങ്ങളും നമ്മൾ സ്വീകരിക്കും. എന്ന് വെച്ച് ഇത്തിരി വിദ്യാഭ്യാസം ആകുമ്പോഴേക്കും മതം വേണ്ടെന്നും പറഞ്ഞിട്ട് വളയമില്ലാതെ ചാടാൻ ശ്രമിക്കണോ? ഏതുവരെ പോകുമെന്ന് ആലോചിക്കണം. പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഹോസ്റ്റലിൽ കാന്റീൻ നടത്തുന്നയാൾ അവര് വലിച്ചുവിടുന്ന പുകച്ചുരുളിലൂടെ നടന്നിട്ട് എനിക്ക് നിക്കോട്ടിൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റൂല എന്ന് കംപ്ലൈന്റ് പറയുന്ന കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവര് ഊതിവിട്ട പുകയുടെ ഇടയിലൂടെ സപ്ലൈ ചെയ്ത് ഒരു സിഗരറ്റ് പോലും ഇതുവരെ വലിച്ച് ശീലമില്ലാത്ത ആ ചെറുപ്പക്കാരന് ഇപ്പൊ ഒരു സിഗരറ്റിൽ നിന്ന് മറ്റേത് തീ കൊളക്കണമെന്നോ, അവനൊരു ഇത്തിരി നേരം ഈ സാധനം ഇല്ലാതെ ജീവിക്കാൻ പറ്റൂല. പലരും അതിലേറെ മാരകമായ പല വസ്തുക്കളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ജീവിതമെന്നാൽ ഇവിടെയുള്ള ആനന്ദങ്ങളാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അല്ലാഹുവിന് ആരാധന അർപ്പിക്കാനാണ് മനുഷ്യരെ പഠിച്ചത്. എന്തുകൊണ്ടാ അങ്ങനെ? റബ്ബിന് ഓർമ്മ ഇടക്കിടക്ക് ഉണ്ടാവണം. സുബൈക്ക് ഒരിടത്ത് പോയിട്ട് 5 വക്ത് നിസ്കാരം ഒന്നിച്ചടിക്കാൻ പറ്റുമോ? ഇല്ല. സുബൈന്റെ സമയത്ത് സുബൈന്റെ നിസ്കാരം നടത്തും. എന്നിട്ട് നമ്മൾ ജീവിത വ്യവഹാരങ്ങളിലേക്ക് പോകുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ, മക്കളുടെ ഇടയിലെത്തുമ്പോൾ, മൊബൈൽ ഫോൺ കയ്യിൽ കിട്ടുമ്പോൾ കുറേശ്ശെ ആ സുബൈ നിസ്കാരം കൊണ്ടുണ്ടായ ആത്മിക ചൈതന്യം നശിച്ചു കുറഞ്ഞു വരും. അപ്പോഴേക്ക് ളുഹർ ബാങ്ക് കൊടുക്കണം, നിസ്കരിക്കണം, റീഫ്രഷ് ആവണം, പിന്നെയും റീചാർജ് ചെയ്യണം. പിന്നീട് അസർ വരണം, മഗ്രിബ് വരണം, ഇശാ വരണം. അതിൻ്റെ ഇടയിലൊക്കെ അനുബന്ധങ്ങളാകുന്ന സുന്നത്ത് നിസ്കാരങ്ങൾ വേണം. നമ്മൾ ഭൗതികമായ വ്യവഹാരങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഫർദ് നിസ്കരിക്കാൻ നിന്നാൽ ആ ഫർദിലേക്ക് സമ്പൂർണ്ണമായിട്ട് കയറാൻ 2-3 റക്അത്ത് മാറ്റിവെക്കേണ്ടി വരും. കാരണം നമ്മൾ അതുവരെയുള്ള ഭൗതികമായ കെട്ടുപാടിന്റെ ഹാങ് ഓവറുടെ വിട്ടുകിട്ടൂല.
അപ്പൊ ഫർളിന് കുഴപ്പമൊന്നും ഉണ്ടാവരുത് എന്ന് കരുതിയിട്ട് 2 റക്അത്ത് മുന്നേ സുന്നത്ത് നിസ്കരിക്കണം. ആ സുന്നത്തിൽ നിന്ന് നമ്മൾ അതുവരെ നടത്തിക്കൊണ്ടിരുന്ന വ്യവഹാരങ്ങളിൽ നിന്ന് നമ്മൾ പൂർണ്ണമായി മാറണം. സുന്നത്ത് നിസ്കാരം വഴി റബ്ബിലേക്ക് നമ്മൾ അടുത്തു വരണം. ആ ഒരു നല്ല പശ്ചാത്തലത്തിൽ ഫർള് നിസ്കാരത്തിലേക്ക് കയറണം. അവൻ നിരന്തരമായി റബ്ബിനോടുള്ള ബന്ധം നിലനിർത്തണം. അതിനുവേണ്ടിയാണ് ആരാധനകൾ. പടച്ച റബ്ബിന് നമ്മൾ ഇബാദത്ത് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കൂടുതലൊന്നും കിട്ടൂല. ഒരൊറ്റ മനുഷ്യനും ഒരു ഇബാദത്തും ചെയ്യൂല എന്ന് കരുതിയിട്ട് പടച്ച റബ്ബിന് ഒരു ചെറിയ ശതമാനം പോലും കുറവും വരൂല. നമ്മൾ നന്നാവാൻ പരീക്ഷണത്തിന്റെ ലോകത്ത് നമുക്കൊരു ടാസ്ക് ചെന്നിരിക്കുകയാണ് പടച്ച റബ്ബ്. ഇന്നതൊക്കെ ചെയ്യണം, ഇന്നത് ചെയ്യരുത്. ഇതനുസരിച്ച് ആര് ജീവിക്കുന്നോ അവർക്ക് സമ്പൂർണമായ വിജയം. ആരാണോ ഇതിന് വിരുദ്ധരായി നിലകൊള്ളുന്നത് അവർ സമ്പൂർണമായ പരാജയം. ഞാൻ തുടങ്ങിയിടത്തേക്ക് എത്തിക്കാം. അല്ലാഹു നമുക്ക് കുറേ നിയമത്തി തന്നിട്ടുണ്ട്. അതിലേറ്റവും ശ്രേഷ്ഠമാണ് നമ്മുടെ വിശ്വാസം. ആരൊക്കെ പരിഹസിച്ചു പറഞ്ഞാലും, ആരൊക്കെ 6-ാം നൂറ്റാണ്ടിലെ ഉപോൽപ്പന്നം എന്ന് കളിയാക്കിയാലും, പടച്ച റബ്ബ് അവന്റെ സൃഷ്ടികളാവുന്ന മനുഷ്യരുടെ ഭൗതികവും ആത്മീകവുമായ വിജയത്തിന് സംവിധാനിച്ച കൃത്യമായ നിയമവ്യവസ്ഥയാണ് പരിശുദ്ധ ഇസ്ലാം. ആ ഇസ്ലാമിലൂടെ മുന്നോട്ട് പോവാൻ കഠിനമായ യജ്ഞം നിർബന്ധമായി നമ്മളൊക്കെ അനുഷ്ഠിക്കണം. നമ്മളെ തോപ്പിക്കാൻ വരുന്ന കുറേ സംഗതികളുണ്ട്, പ്രസ്ഥാനങ്ങളുണ്ട്, കുറേ വിനോദങ്ങളുണ്ട്, സിനിമയുണ്ട്, പാട്ടുകളുണ്ട്, മാപ്പിളപ്പാട്ടുകളുണ്ട്, നാടകങ്ങളുണ്ട്, സർക്കസുകളുണ്ട്, യൂത്ത് ഫെസ്റ്റിവലുകളുണ്ട്, ടൂറുകളുണ്ട്. നമ്മളെ തോപ്പിക്കാൻ കുറെ പ്രസ്ഥാനങ്ങളുണ്ട്, ലേഖനം ഇറക്കുന്നുണ്ട്, നിരന്തരമായി അവർ ക്ലിപ്പ് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. പരിശുദ്ധ റസൂൽ തങ്ങളെയും ഇസ്ലാമിനെയും പരിഹസിച്ചുകൊണ്ട്, സത്യവുമായി ചെറിയൊരു ബന്ധമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വൃത്തികേട് മാത്രം പറയുന്ന കുറെ ആളുകൾ നമ്മുടെ ചുറ്റും ജീവിച്ചിരിപ്പുണ്ട്. അവർ പോകുന്ന ഖബറിലേക്കല്ല നമ്മൾ പോകുന്നത് എന്ന ബോധം വേണം. അതുകൊണ്ട് നിരന്തരമായി അല്ലാഹുവിലേക്ക് ദിക്റും ദുആകളും ഖുർആനോത്തും ഹിസ്ബുൻ നസ്ർ പോലെയുള്ള നമുക്ക് ഏറ്റവും നല്ല കാവൽ നൽകുന്ന ദിക്റുകളും പ്രാർത്ഥനകളും ജീവിതത്തിൽ പതിവായി കൊണ്ടുവരിക. ഹദ്ദാദ് മുടക്കാതിരിക്കുക. ഖുർആനോത്ത് ദിവസവും ഇല്ലാത്ത ഒരൊറ്റ ദിവസവും നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോകാതിരിക്കുക. ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്ന ഖത്തം പെട്ടെന്ന് തീർത്തിട്ട് റജബും ശഅബാനും കൂടി വെച്ചിട്ട് ഒരു ഖത്തം കൂടി ഓതാൻ ശ്രമിക്കുക. പരിശുദ്ധ റമളാനിലേക്ക് അടുക്കുന്തോറും റജബിലും ശഅബാനിലും സമ്പൂർണ്ണ വിശുദ്ധി പ്രാപിച്ച് റമളാൻ ഒരു മഹത്തായ റമളാനായിട്ട് കൊണ്ടുപോകാൻ പറ്റും വിധം ആത്മീയമായി പുരോഗതി പ്രാപിക്കുക. ഇതുവരെയുള്ള എല്ലാ ആലസ്യങ്ങളിൽ നിന്നും വിട്ടുണരുക. പഠനം നടത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഇബാദത്തുകൾ ചെയ്യാൻ പറ്റും വിധത്തിലുള്ള പഠനം നിർബന്ധമായി നമ്മൾ നടത്തേണ്ടതാണ്. വായിച്ചുകൊണ്ടിരിക്കുക. ഈ സംഗതിയിൽ നിന്ന് എന്തൊക്കെ ഒഴിവാക്കാൻ പറ്റും അതൊക്കെ ഒഴിവാക്കുക. ഇൻസ്റ്റ വേണ്ടെന്ന് വെക്കുക, ഫേസ്ബുക്ക് വേണ്ടെന്ന് വെക്കുക. നമ്മുടെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണമെങ്കിൽ പരമാവധി വേണമെങ്കിൽ ആ വാട്സപ്പ് നിലനിർത്തുക. സിനിമ പോലെയുള്ളത് നിരന്തരമായി വരും യൂട്യൂബിൽ. കാണില്ലെന്ന് ദൃഢമായി തീരുമാനിക്കുക. കാരണം നമ്മളൊരു യാത്രയില്ല, അള്ളാഹുലേക്കുള്ള യാത്രയിൽ, പരലോകത്തേക്കുള്ള യാത്രയിൽ, പരമാനന്ദങ്ങളുടെ പ്രതീക്ഷയാവുന്ന സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ. ആ യാത്രയെ കുറിച്ച് ഓർക്കണമെന്നും അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ദിവസത്തെ കുറിച്ച് ഓർക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഖുർആനിലെ ഏറ്റവും അവസാനത്തെ വചനം അതാണ്. അത് കഴിഞ്ഞിട്ടുള്ള സൂക്തം കൂടി നമ്മൾ ആലോചിക്കണം. ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത്, ഒരു പേജിന്റെ മുകളിൽ നിന്ന് തുടങ്ങിയിട്ട് അടിവരെ നീണ്ടു നിൽക്കുന്ന ഒറ്റ ആയത്ത്. ആയത്ത് പറയുന്നത് ഭൗതികമായ വ്യവഹാരങ്ങളെ, സാമ്പത്തികമായ ഇടപാടുകളെ കുറിച്ച്, കടം വാങ്ങുന്നതിനെ കുറിച്ചാണ്, തിരിച്ചു കൊടുക്കുന്നതിനെ കുറിച്ചാണ്. ഭൗതികമായ ഇടപാടുകളെ കുറിച്ച് പറയുന്ന ആയത്തിന്റെ തൊട്ടു മുന്നേ പരലോകത്തേക്കുള്ള യാത്രയെ പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇടപാടുകൾ നടത്തുമ്പോൾ പരലോകം ഓർക്കണമെന്നർത്ഥം. ആരെ പറ്റിച്ച് പണം സ്വരൂപൂട്ടിയാലും റബ്ബിന്റെ മുമ്പിൽ അതുമായി എത്തിച്ചേരേണ്ടി വരും എന്ന കാര്യം വിസ്മരിക്കരുതെന്നർത്ഥം. ഭൗതികമായ വ്യവഹാരങ്ങളെ, സാമ്പത്തികമായ നടപടിക്രമങ്ങളെ കുറിച്ച് പറയുന്നതിന്റെ തൊട്ടു ചേർന്ന് അതിന്റെ തൊട്ടു മുന്നേ ആഖിറത്തിലേക്കുള്ള യാത്രയെ പടച്ച റബ്ബ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, ദീർഘമായി ഞാൻ കൊണ്ടുപോകുന്നില്ല. ചില ചുമസംബന്ധിയായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ശബ്ദത്തിന് ചില പ്രയാസങ്ങളുണ്ട്. ദീർഘമായി ഞാൻ കൊണ്ടുപോകുന്നു.
നമ്മളെ പടച്ച റബ്ബ് നമ്മിൽ നിന്ന് എന്താണോ കാക്ഷിക്കുന്നത് അതിനു വേണ്ടി അതല്ലാതെ നമ്മളെ തെറ്റിക്കുന്ന വിവിധ സംഗതികളുണ്ട്. ചിരിക്കാൻ ആള് കാത്തിരിപ്പുണ്ടാകും കുട്ടി സ്ഥിരമായി സഞ്ചരിക്കുന്നിടത്ത്. എന്നാ ഒന്ന് ചിരിച്ചൊടുക്കാന്ന് തോന്നുന്നോ? എന്റെ പ്രിയപ്പെട്ട മോളെ, നിന്റെ തോൽവി അന്ന് ആരംഭിക്കുന്നു. ഇത്തരം പൈശാചികമായ ബാധകളെ കുറിച്ച് ബോധവാന്മാരായി റബ്ബിന്റെ ദീനിൽ ഉറച്ചു നിന്ന് പരമാവധിക്കപ്പുറം ഇബാദത്തുകൾ ചെയ്ത് ദീനിനെ കുറിച്ചുള്ള പഠനം ഇനിയും വർദ്ധിപ്പിച്ച് പഠനം നടത്താൻ വേണ്ടിയുള്ള സംവിധാനങ്ങളെ സ്നേഹിച്ച് നമ്മുടെ മുതഅല്ലിമീങ്ങളെ ഇഷ്ടപ്പെട്ടു അവർക്ക് വേണ്ട സംവിധാനങ്ങളൊക്കെ ഒരുക്കാൻ മത്സരിച്ച് പരലോകത്ത് വിജയിക്കുന്ന സത്യസന്ധരായി മാറാൻ നമുക്ക് സാധിക്കണം. പടച്ച റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. നാം ഈ ഒരുമിച്ച് കൂടിയതിനെയും കേട്ടതിനെയും പറഞ്ഞതിനെയും സ്വാലിഹായ അമലായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുമായി ബന്ധപ്പെട്ട ആരൊക്കെ ഏതൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടോ പടച്ച റബ്ബേ, നീ അതൊക്കെയും ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ ആഫിയത്ത് നീ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ മക്കൾക്ക് ദീനീബോധം നൽകണേ തമ്പുരാനെ. പടച്ച റബ്ബേ, വിവിധ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നു, വിവിധങ്ങളായ പരീക്ഷകൾ നേരിടാൻ അവരിയ്ക്കുന്നു. നല്ല ബുദ്ധിവൈഭവം നൽകണേ തമ്പുരാനെ, ഓർമ്മ നൽകണേ തമ്പുരാനെ, പഠിക്കാനുള്ള മനസ്സ് നൽകണേ തമ്പുരാനെ. പടച്ചോനെ, ഞങ്ങളെ പഴപ്പിക്കാനുള്ള എല്ലാവിധ ഷർറുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. ആരും എഴുന്നേൽക്കരുത്. നമ്മുടെ ഉസ്താദുമാരുടെ നിർദ്ദേശത്തിന് ശേഷം മാത്രം പോകണം. നേരത്തെ തങ്ങളും ഉസ്താദുമാരൊക്കെ സൂചിപ്പിച്ച നമ്മുടെ മുതഅല്ലിമീങ്ങളുടെ ആ ഒരു ബാത്റൂമിൻ്റെ ടോയ്ലറ്റിൻ്റെ പരിപാടി മറക്കരുത്. ഈ ഒരു പരിപാടിക്ക് അല്ലെ മറ്റന്നാൾ ബഹുമാന്യരാവുന്ന ശിഹാബുദ്ദങ്ങൾ ദുആ ചെയ്യാൻ വരുന്ന ആ സമയമാകുമ്പോഴേക്ക് ആ ഒരു വിഷയം നമ്മൾ പൂർണ്ണമായി നടപ്പിലാക്കിയിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെയും നമ്മളുമായി ബന്ധമുള്ളവരെയും ഒക്കെ അവൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.